we are stepping into another level of unveiling glory. മറ നീക്കപ്പെട്ട് വെളിപ്പെടുന്ന മഹത്വത്തിന്റെ അടുത്തൊരു തലത്തിലോട്ട് നമ്മൾ കയറുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. Believe that this month we are going to step into another realm of unveiling glory. Praise the Lord. ഇന്ന് അങ്ങോട്ട് ഞാൻ ദൂത് കൈമാറി തരിക. പ്രവാചകന്റെ പിന്നാലെ ഒന്നും പോകണ്ട, ഈ വചനത്തിനകത്ത് പ്രവചനം ഇരിപ്പുണ്ട്. Don't go after prophets. Your prophetic word is in this word. പലരും വിചാരിക്കുന്ന പ്രവാചകനെ കണ്ടാലേ, എടാ മോനെ, നീ ശ്രദ്ധയോടുകൂടി ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചാൽ അതിനകത്ത് നിന്റെ അകത്തെ പ്രവാചകൻ എഴുന്നേറ്റ് വരും. If you carefully hear the word, the prophet in you will rise up. Hallelujah. Hallelujah. Praise God. ഈ മാസത്തിന് ഞാനൊരു പേരിട്ടിരിക്കുന്ന ഫില്ലിംഗ് മന്ത്. നിനക്ക് എന്തെങ്കിലുമൊക്കെ ലാക്ക് ആയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇല്ലാതായിട്ടുണ്ട്, യു ആർ ഗോയിങ് ടു ഫിൽ ഇറ്റ്. ഈ ഏഴാം മാസത്തിൽ നിനക്ക് ശൂന്യമായി കിടന്നതിനെയൊക്കെ നീ നിറയ്ക്കാൻ പോകും. I want to call this month the filling month. In the seventh month, if are you ready to fill lacked, it's going to be filled. Amen. What all things you like, now you are going to fill it. Amen. Hallelujah. So അതുകൊണ്ട് ഈ മാസം എന്ന് പറയുന്നത് നമ്മളുടെ ക്രമീകരണങ്ങളുടെ, you have to come to an order. എല്ലാം ദൈവിക കാര്യങ്ങൾ, ഭവനം എല്ലാം ക്രമീകരിക്കപ്പെട്ട്, ആമേൻ, ഹല്ലേലൂയ, അനുഗ്രഹത്തോടെ നിൽക്കേണ്ട കാലമാണിത്. So this is a month to get things in order and receive all blessings. Hallelujah. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ഇടയ്ക്ക്. Hallelujah. Praise the Lord. Hallelujah. Hallelujah. ഏതാണ്ടൊക്കെ സംഭവിക്കാൻ പോവാ. Something is going to happen. Hallelujah. അതുകൊണ്ട് ഞാൻ അതിനെ ഫില്ലിംഗ് മന്ത് എന്ന് ഞാൻ പറയുന്നത്. ഈ മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ജീവിതത്തിനകത്ത് കുറെ കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നിടത്തെല്ലാം നിറവ് വരാൻ പോവാ. In my life, wherever I had lacked, പ്രായമാൻ പറഞ്ഞോണ്ടൊന്നും ഇനിയിപ്പോ ഇത്ര 7, 10 ഏറെ അങ്ങനെ ചത്തുപോത്തേ ഉള്ളൂ. 7, 10 ഏറെ 80. If you think nothing is going to happen, you will die like that. എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യനെ വെച്ചിട്ട് അയാളെ ഫോക്കസ് ചെയ്യണമെന്നാണ് യേശുവിൽ കൂടി. അതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ കൂടി നമുക്ക് ജാതികൾക്ക് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 175 നോക്കണം. We have Abraham kept before us, and through Christ the blessings of Abraham come to us. നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ 175 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ആരുമില്ല, ഞാനെന്ത് ചെയ്യും? I would like to live till 107. അവിടെ എന്റെ ആഗ്രഹം ഇതിനകത്തുള്ളവരെല്ലാം അത്രയും നാൾ. സുമയാന്റി പറഞ്ഞു, ഞാൻ കാണും പാസ്റ്ററെ, I want every one of you to live. ഉച്ചയുടെ ലൈഫാണ്, തല്ലിക്കൊന്നാലും ചാകത്തില്ല. നമ്മൾ അങ്ങനെ നോക്കിയാണ്. അബ്രഹാമിലുള്ള അനുഗ്രഹങ്ങൾ ക്രിസ്തയേശുവിൽ കൂടി വരുമ്പോൾ, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തോ ഭൗതിക നന്മ മാത്രമല്ല, ആത്മീയ അനുഗ്രഹം മാത്രമല്ല, ലൈഫ് എക്സ്പാൻഷൻ. യുവർ ഡേയ്സ് വിൽ ബി എക്സ്റ്റെൻഡഡ്. നിന്റെ ദിവസങ്ങൾ വർദ്ധിക്കും. All blessings that are in Abraham comes to us through Christ, not just physical blessings. Even your life will increase. ഇത്രയും നാൾ എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യം ഈ മാസം നീ അത് ഫില്ല് ചെയ്ത് അതിനകത്ത് കയറിക്കണം. Things that I've never known before will be filled in this month. ഫോം ഫില്ല് ചെയ്യത്തില്ലേ? അവിടെയൊക്കെ കുറെ ഡാഷുകൾ കിടക്കുക. ഇപ്പൊ ഇതുവരെ ജെൻഡർ ചോദിച്ചിട്ട് ഏതാ സ്ത്രീയാന്നോ പുരുഷനാന്നോ ചോദിച്ചിട്ട് ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല. അതുകൂടെ കിടക്കുക. അതുകൂടെ അങ്ങ് ഫില്ല് ചെയ്തോണം. If you are filling up a form, there are blank spaces, please fill it up. ജെൻഡർ വരെ ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല. സെക്സ് ചോദിച്ചിരിക്കുക. If someone has asked for the gender, even that is not filled up. അത് തന്നെ കൺഫ്യൂഷൻ. ആണാന്നോ പെണ്ണോ കണ്ടാലും അറിയത്തില്ല. ഇപ്പം പുറകെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ മോളെ എന്ന് പറഞ്ഞ് ചെന്നപ്പോഴാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവന് മീശയുണ്ട്. Because people are confused about even that these days. ആൺപിള്ളേരെ കണ്ട പെൺപിള്ളേരെ പോലും, പെൺപിള്ളേരെ കണ്ട ആൺപിള്ളേരെ പോലും ആയിരിക്കുന്നു. Men look like women, women look like men. ഇപ്പൊ ചിലതിനൊന്നും കണ്ടു കഴിഞ്ഞാൽ ആണും പെണ്ണും ആണെന്ന് ചിലപ്പോൾ സംശയമാണ്, മനസ്സിലാകത്തില്ല. അങ്ങനത്തെ ഒരു കാലം. അവരൊന്നും ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല. ജെൻഡർ ചോദിച്ചപ്പോ ഇതുവരെ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന്, എം ആണോ FM ആണോ എന്ന് ഇട്ടില്ല. അവർക്ക് തന്നെ കൺഫ്യൂഷനാ. ഡാനി ഫില്ല് ചെയ്തു. ഫില്ല് ചെയ്തു. അതുകൊണ്ടാണല്ലോ എലൈജ ഉണ്ടായത്. ഫില്ല് ചെയ്തിട്ടിരിക്കുക. അടുത്തൊന്നും വേഗത്തിൽ ഫില്ല് ചെയ്തോണം കേട്ടോ. പറഞ്ഞാൽ മനസ്സിലായി. നമ്മള് ബെൻഡോയെ നമുക്ക് ബീറ്റ് ചെയ്യണം ഇതിനകത്ത്. അങ്ങനെ ഹല്ലേലൂയ. നമ്മുടെ വാവയെ നമുക്ക് ബീറ്റ് ചെയ്യണം ഇതിനകത്ത്. എല്ലാം പുറകെ ഇരിപ്പുണ്ട്. എല്ലാം അടുത്തതിലോട്ട് കയറിയിരിക്കുക. ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാം ഡെലിവറിക്ക് വേണ്ടി, പ്രിപ്പറേഷന് വേണ്ടിയുള്ള മാസമാണ്. Month of delivery, month of preparation. So I say this month as a month of perfection and month of filling. എല്ലാം നിറയ്ക്കുന്നത്. ഇനി അന്നേരം ഞാൻ ഓഫാക്കി തരാം. അറിയാതെ പറ്റിപ്പോയതാ. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ. ചർച്ചിനകത്ത് വരുമ്പോൾ അറിയാതെ നമ്മളിതൊക്കെ നേരത്തെ അങ്ങ് ഞെക്കി ഓഫ് ചെയ്ത് വെച്ചിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കോട്ടെ,
നമുക്കതിന് ആധാരമായിട്ട് ഒരു വാക്യം വായിച്ച് നമുക്കതിലേക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. John 17:1. ആമേൻ. വായിച്ചാട്ടെ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗ്ഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, എന്താണ്? പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ഹല്ലേലൂയ. മതി. ആമേൻ. ഹല്ലേലൂയ. മതി. ആമേൻ. ഹല്ലേലൂയ. സംസാരിച്ചിട്ട് യേശു സ്വർഗ്ഗത്തിലേക്ക് നോക്കി പറഞ്ഞു. എന്താ പറഞ്ഞു? പിതാവേ, നാഴിക വന്നിരിക്കുന്നു. പറഞ്ഞേ, നാഴിക വന്നിരിക്കുന്നു. Jesus looked up to heaven and said, Father, the hour has come. ഉൽപ്പത്തി 3-ൽ ആദാമും ഹവ്വായും പഴം പറിച്ച് പാപം ചെയ്ത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട്, ആമേൻ ഹല്ലേലൂയ, അന്നൊരു പ്രവചന ദൂത് 3-ാം അധ്യായത്തിൽ വരികയാണ്. ആമേൻ ഹല്ലേലൂയ. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞ ആ നാഴിക ഇതാ വന്നിരിക്കുന്നു. Which means a prophecy that was made in Genesis that the Son of Man will crush the head of Satan has come. ആമേൻ. മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റി പിശാചു വാണ കാലത്തിന് ഒരു അന്ത്യം കുറിക്കുവാൻ സമയമായി, അത് വീണ്ടെടുപ്പിന്റെ സമയമായി എന്ന് ആ കാലം വന്നിരിക്കുന്നു. The time where Satan, who had been deceiving man, it was going to be crushed. That hour has come. പിശാചിന്റെ തലയെ തകർക്കേണ്ട സമയമായി. It is time to crush the head of Satan. ആമേൻ. ജനത്തെ വീണ്ടും പിതാവുമായിട്ട് കണക്ട് ചെയ്യേണ്ട സമയം എത്തിയിരിക്കുന്നു. It is time to connect people back to God. ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്ന പർപ്പസ് ഫുൾഫിൽ ചെയ്യുവാനുള്ള സമയമായിരിക്കുന്നു. The time to fulfill the purpose for which I have come to the earth is come. അതുപോലെ ഈ പുതിയ മാസത്തിൽ ദൈവം നിന്നെ ഭൂമിയിൽ എന്തിനാക്കി വെച്ചിരിക്കുന്നുവോ അത് ഫുൾഫിൽ ചെയ്യാനുള്ള സമയമാണെന്ന് വിശ്വസിക്കുക. In the same way, you must believe the hour has come for you to fulfill the അതിന്റെ പർപ്പസ് മനസ്സിലാക്കി അതിനകത്തേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുവാനുള്ള സമയമായിരിക്കുകയാണ്. It is time you step into the purposes God has for you. പരിശുദ്ധാത്മാവ് നിന്നെ എത്തിച്ചിരിക്കുന്നു. And the Holy Spirit has made you reach the 6-ാമത്തെ ദിവസമാണ് ഇന്ന്. This is the 6th ജൂലൈ day. മാസത്തിന്റെ 6-ാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. 6th day is when God മനസ്സിലായി. നിന്നെ എത്തിച്ചിരിക്കുവാണ്. നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ ജയത്തിന്റെ സമയം എത്തിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹത്തിന്റെ സമയം എത്തിയിരിക്കുന്നു. നിന്റെ വിടുതലിന്റെ സമയം എത്തിയിരിക്കുന്നു. പിതാവായ ദൈവവുമായി നടക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. The time for your blessing, time for your deliverance, time to walk with God has come in your life. ആമേൻ. പിതാവായ ആമേൻ പിതാവായ ദൈവത്തോട് സമാധാനത്തിൽ നടക്കേണ്ട സമയം എത്തിയിരിക്കുകയാണ്. Time to walk reconciled and in peace with God has come. മാത്രമല്ല, നിന്നെ ഇവിടെ അയച്ചതിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനുള്ള സമയം എത്തിയിരിക്കുക. It's a time to fulfill your purposes for which you are ഈ sent വർഷം on മുഴുവൻ the നമ്മൾ earth. അൺവെയിലിംഗ് ഗ്ലോറി, മറനീക്കി വെളിപ്പെടുന്ന മഹത്വം എന്ന് പറഞ്ഞില്ലേ, അതിനുള്ള സമയമായി. It's time for unveiling glory. And there is a big difference between finding time and making time. സമയം കണ്ടെത്തുകയും സമയം ഉണ്ടാക്കുകയും ചെയ്യുന്ന പറയുന്ന കാര്യത്തിന് അത് വലിയ വ്യത്യാസമുണ്ട്. There's a huge difference between finding time and making time. ഹല്ലേലൂയ. അതിനുള്ള ആ വ്യത്യാസം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. We need to understand the difference between finding time and making time. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സമയം കണ്ടെത്തുക, സമയം ഉണ്ടാക്കുക. One is finding time, second is making time. കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതം അല്ലെ പ്രാർത്ഥനയുടെ പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അത് മനസ്സിലാവും. We will understand when you carefully look at the prayer life of Jesus. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉന്നത അധികാരിയായിരിക്കും, നിങ്ങളുടെ മുകളിലുള്ള ഓഫീസറോ അല്ലെങ്കിൽ ആരെങ്കിലും, നിങ്ങളുടെ പറയുന്ന ഇപ്പൊ കട നടത്തുന്നവർക്ക് സെയിൽ ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ അതുപോലെയുള്ള അധികാരികളായിരിക്കുന്ന ആരെങ്കിലും പറയാണ് 10 മണിക്ക് എന്നെ കാണാൻ വരണം, എനിക്കൊരു 10 മിനിറ്റ് സമയം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ പരിപാടി മുഴുവൻ മാറ്റിവെക്കും, റീഷെഡ്യൂൾ ചെയ്യും. Suppose a person in authority, for example, if you're having a business, if someone from sales tax calls you and says, tomorrow 10 o'clock I want to meet you, what would you do? You would keep aside every other activity, reschedule your plan and go meet him at the appointed time. You will make time. നീ സമയം ഉണ്ടാക്കും. You will make time for him. മനസ്സിലാവുന്നുണ്ടോ? സ്കൂളിൽ കൊണ്ടുവിടേണ്ടതായിരുന്നു കുഞ്ഞിനെ, അത് പറഞ്ഞോണ്ടിരിക്കത്തില്ല, നീ സമയം ഉണ്ടാക്കും അവിടെ. That was the time you had to send your child to school, but for this purpose you will make time. സമയമില്ല, പക്ഷെ സമയം ഞാൻ ഉണ്ടാക്കും. You don't have a time. ചർച്ചിൽ വരാൻ സമയമില്ല, പക്ഷെ ഞാൻ ചർച്ചിൽ പോകാൻ സമയം ഉണ്ടാക്കിയിരിക്കും.
I don't have time to go to church. എല്ലാ ബെനിഫിറ്റുകളും അനുഭവിക്കുന്നവർ ചർച്ച വരാതിരുന്ന് കഴിച്ചാൽ അതിന്റെ പ്രശ്നം എന്തുവാ? Those who are enjoying every benefit are staying back at home. എപ്പോഴും ശ്രദ്ധിക്കണമേ, ബെനിഫിറ്റ് അനുഭവിച്ചവർ ചർച്ചിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞോണ്ടല്ലോ പിന്നെ മേളോട്ട് കയറി പോകത്തില്ല, അവിടെ സ്റ്റക്കായി പോകും. ഈ ഞാൻ എത്ര കുടുംബങ്ങളെ എത്ര വ്യക്തികളെയും കണ്ട നീ സ്റ്റക്കായി അവിടെ അപ്പോഴേ കയറി പോകത്തില്ല. Those who enjoyed or benefit from God, if you are not prioritizing church, you will get stuck. You will not go forward. അടുത്ത സ്റ്റെപ്പ് ഇല്ലെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു. ഇനിയൊന്നും ഇല്ലെന്ന് പറയും. Because you yourself have decided there is nothing more. അടുത്ത അനുഗ്രഹത്തിന്റെ വഴി നിന്റെ മുമ്പിൽ തുറന്നാലും നിനക്ക് മനസ്സിലാകത്തില്ല, നീ ഒന്നും ഇല്ലെന്ന് പറയും. Even if the door for your blessing is opening, you are saying അതുകൊണ്ടാണ് സമയം നീ ഉണ്ടാക്കണം. ഇതിനെല്ലാം you must make time for things of God. എക്സ്ക്യൂസസ് പറയണം. എന്തിനാണ് ഈ മീറ്റിങ്ങുകളെല്ലാം നടത്തുന്നത്? നീ കൂടി വരുന്ന ചർച്ചിനകത്ത് ഇത്രയും മീറ്റിങ്ങുകൾ വെക്കുമ്പോ നീ അത് സമയമില്ലെന്ന് പറയും. സമയമില്ല, നീ സമയം ഉണ്ടാക്കണം. അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് എടോ തന്നോടാ പറയുന്ന സമയം നീ ഉണ്ടാക്കണം. ചുമ്മാ പറഞ്ഞ് നീ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിന്റെ അനുഗ്രഹത്തിന്റെ വഴിയെ നീ തന്നെ അടയ്ക്കുന്നത്. There are meetings, midweek meetings at the church context. You must make time and attend because Jesus is calling you. ഈ ത്രിയേക ദൈവമാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ആ നിൽക്കുന്ന ഉടുപ്പം പാൻറ് വിട്ട് ഷർട്ട് പാസ്റ്ററൊന്നും അല്ല വിളിച്ചിരിക്കുന്നത്. ദൈവം നിന്നെ വിളിച്ചൊരിടത്ത് ആക്കി വെച്ചിരിക്കുന്നത് നീ സമയം ഉണ്ടാക്കാൻ വേണ്ടിയാ. God has called you and Jesus has called you and appointed you in a place for you to make time. Amen. You will definitely, മുകളിലുള്ള ഒരു വ്യക്തി പറഞ്ഞാൽ, നമ്മുടെ ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ, you will rearrange your schedule according to his schedule. അവൻ വെച്ചിരിക്കുന്ന സമയത്തിന് വേണ്ടി നമ്മുടെ സമയത്തെ നമ്മൾ തിരിച്ചു മറിച്ചെടുക്കത്തില്ല, ഉണ്ടാക്കത്തില്ല സമയം. You will definitely reschedule your priorities if your boss calls you. You make time. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം, നീ സമയം ഉണ്ടാക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടി. You need to make time to pray. നമ്മളെല്ലാ പരിപാടിയും ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്ക് സമയം കിട്ടിയ പ്രാർത്ഥിക്കാതിരിക്കുന്നവരാ, ആരാധിക്കാനിരിക്കുന്നവരാ. What we do is we do all of the work and there is time we pray. ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചതാ പാസ്റ്ററെ. രാവിലെ എഴുന്നേറ്റപ്പോഴേ നിന്റെ മനസ്സു മാറി. അവിടാണ് നിന്റെ നീ കയറി വന്നത്. പിന്നെ എന്നെ 4 പ്രാവശ്യം വലിച്ചു കേൾപ്പിക്കുക. അത് നിന്റെ വിളച്ചില്ല. ആർക്കെല്ലാവർക്കും ഗൗരവമായല്ലോ അങ്ങോട്ട്. ഈ വയ്യാന്ന് പറഞ്ഞാല് യു ഫൈൻഡ് ഔട്ട് ടൈം. Don't make excuses that you are unwell when it comes to things of God. You're just making lame excuses. Amen. Hallelujah. എല്ലാ പരിപാടികളും ചെയ്യും. You can do every other work. ആരാധിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. But no time to worship and pray. കർത്താവിന് വേണ്ടി സമയം ചെലവഴിക്കാനില്ല. No time to spare for the Lord. നീ നിന്റെ സകല പരിപാടികളും മാറ്റിവെച്ചിട്ട് നീ കർത്താവിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയ്ക്കായി സമയത്ത് നീ കണ്ടെത്തുകയല്ല ചെയ്ത്, നീ സമയം ഉണ്ടാക്കും. You are not supposed to find out time after all that activity. Not finding out. You are making time. Rather you are finding out time. Find out. കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഗ്യാപ്പിൽ കയറി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനെ കണ്ടെത്തുക എന്ന് പറയുന്ന ഫൈൻഡിങ് ടൈം. You are actually, you don't have time, but you will make time. നീ ഉണ്ടാക്കിയെടുക്കും ടൈം. You have to make time. മനസ്സിലാകുന്നുണ്ടോ? ഈ വാക്കുകൾക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു. അച്ഛാ ഓക്കെ, താങ്ക് യു. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ സമയം ഉണ്ടാക്കി എന്ന് പറയുന്നത് പേഴ്സണല, വ്യക്തിപരമാണ്. Making time is a personal thing. സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ജനറല. അതിനിടയിൽ എപ്പോഴെങ്കിലും കയറി ചെന്നാൽ മതി. ജനറല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്ത നീ ചെയ്യും. Which means finding time is squeezing time, which means if you get, you will do it. കണ്ടെത്തി ഞാൻ ചെയ്തോളാം. എപ്പോഴേലും 24 മണിക്കൂറുണ്ടല്ലോ, എപ്പോഴേലും മതിയല്ലോ. Finding time is like മറ്റേ 24 മണിക്കൂറും ഭയങ്കര തിരക്കാണ്, പക്ഷെ അതിന്റെ ഇടയ്ക്ക് നീ സമയം ഉണ്ടാക്കിയെടുക്കും. Making time is like making time amongst 24 hours for this. Why God becomes your first priority? ദൈവത്തിനാണ് നീ മുൻഗണന കൊടുക്കുന്നത്. Because God is your first priority. And everything in your life will be rearranged. എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കും. And everything in your life is rearranged because God is your priority. എൻ്റെ ഷെഡ്യൂളിനകത്ത്, എൻ്റെ ആ ക്രമത്തിനകത്ത് ദൈവത്തെ ഇൻക്ലൂഡ് ചെയ്യുകയല്ല, മറിച്ച് ദൈവത്തിന്റെ ഷെഡ്യൂളിനകത്ത് എന്നെ കൊണ്ട് വെക്കുന്നതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. Prayer is not fixing God into your schedule.
You are arranging your schedule around God. നമ്മുടെ മനോജ് ബ്രദർ ഇവിടെ ഇരിപ്പുണ്ട്. മനോജ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ ഇഷ്ടം പോലെ സമയം പറയും, എവിടെ വേണേലും വിളിച്ച് ഞാമെന്നോളാന്ന് പറഞ്ഞു. Manoj brother is here. He told me that I have enough time. Call me wherever I will come. നമ്മൾ അതിനെ ഈ പറയുന്ന പുത്തനച്ചി പെരപ്പുറം തൂക്കെന്ന് പറയത്തില്ലേ? പുത്തനച്ചി പെരപ്പുറം തൂക്കുക ഡിസ്കറേജ് ചെയ്യുവല്ല. ആദ്യം അങ്ങനെ എല്ലാവരും ഇൻക്ലൂഡിങ് മീ നമ്മളെല്ലാം അങ്ങനെ അയ്യോ എപ്പോഴും പ്രാർത്ഥന, എപ്പോഴും ഇന്നൊന്നും പ്രാർത്ഥന ഇല്ലേ? പ്രാർത്ഥന എന്തോ ഒരു ഇമ്പോർട്ടൻ്റ്. ഇനി ചില നാൾ കഴിയുന്ന പറഞ്ഞേ പ്രാർത്ഥന സൗകര്യപ്പെടുമെന്ന് തോന്നുന്നില്ല, നോക്കട്ടെ ഒത്തേ വരാമെന്ന്. ആരെ ഒപ്പിക്കാനാ? That's how we all are when we begin. That's called initial enthusiasm. But after a while, you take all these things lightly. പല പ്രാർത്ഥനകളും നമ്മുടെ തടസ്സപ്പെടുന്നത് വൈകാരികമായ കാര്യത്തിന്, ഇമോഷണലി നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? പിന്നെ പോകാൻ ഇഷ്ടം തോന്നുന്നില്ല. We handle many things emotionally. That's why അത് ആ പേഴ്സൺ എന്ന് പറയും, ആ സെൽഫ് ചാകാത്തതിന്റെ കുഴപ്പമാണ്. Yourself has to die. ആ വ്യക്തി ഇല്ലേ എന്താ പറയുക, ഈഗോ എന്ന് പറയുക, ആ വ്യക്തി ചാകാത്തോണ്ട് നമുക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. Because a person is not and dying. that will destruct you. അത് നിന്നെ നശിപ്പിച്ചു കളയും. And that will destroy you. കാര്യം ചേരാത്തിടത്ത് നമ്മളെയും കൊണ്ട് കർത്താവ് ഇരുത്തിയിരിക്കുന്നത്. ചേരാത്തിടത്ത കർത്താവ് പറയുന്നത് ഞാനുള്ളത് കൊണ്ട് നീ ചേരത്തില്ലെന്ന് വിചാരിച്ചെടുത്ത് ഞാൻ ചേർക്കും. You think that you're a misfit here, but the Lord says, I will make you a fit here. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ കാല് കുനിഞ്ഞ് തേച്ച് കഴുകാൻ പറ്റാത്ത നിന്നെ കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ദൈവസഭയ്ക്കകത്ത് ചെയ്യാൻ പറ്റൂ? If you are not able to bend down and clean your own toes, can you do anything? വളയുക എന്ന് പറയും. ഇതിനൊക്കെ വ്യക്തി, ഞാനെന്ന് പറയുന്ന വ്യക്തിയെ നീ കുനിച്ച് നീ നിന്നെ തന്നെ ഹംബിൾ ചെയ്യുമ്പോഴേ ദൈവത്തിന്റെ നന്മകൾ നിന്റെ മുമ്പിൽ തുറന്നു വരത്തുള്ളൂ. If you humble yourself before God, God's blessings will be open before you. അതാണ് യേശുവിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു. യേശുവിന്റെ പ്രയർ ലൈഫ്, പ്രാർത്ഥനാ ജീവൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. Look at the prayer life of Jesus. ഏത് ജനങ്ങൾക്കുള്ള ആവശ്യങ്ങൾ അതിനെ മീറ്റ് ചെയ്യാനല്ല, അത് നോക്കാനല്ല യേശു പിതാവിന്റെ അടുക്കൽ ഇരിക്കുന്നത്. Jesus is not spending time with Father to meet the needs of people. പക്ഷെ എന്താണ് യേശു ചോദിക്കുന്നത്? വാട്ട് ഈസ് മൈ ഫാദർ സെയിങ്? എന്റെ അപ്പൻ എന്റെ പിതാവ് എന്താണെന്ന് പറയുന്നത് കേൾക്കാനാ പോയിരിക്കുന്നത്. Jesus spends time to hear what the Father is speaking. he was whole night he was with his father. രാത്രി മുഴുവനും പിതാവിന്റെ കൂടെ ഇരിക്കും. എന്താണെന്നറിയോ പിതാവ് എന്താ പറയുന്നത് കേൾക്കാൻ? He is spending the entire night with the Father just to hear what the Father നിങ്ങൾ says. ശ്രദ്ധിക്കുക, ഈ 17-ാം അധ്യായം രസകരമായ അധ്യായമാണ്. ഞാൻ അതിലേക്ക് വരാം. യേശു പറയുന്നത് എന്താണെന്നറിയോ? എന്റെ പിതാവ് കാണുന്നതാണ് ഞാനും കാണുന്നത്. What my Father sees, I see. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്റെ പിതാവ് പറയുന്നതേ ഞാൻ കേൾക്കുന്നുള്ളൂ. What my Father says, I hear. ഈ മനുഷ്യരല്ല എന്റെ പ്രയോറിറ്റി. എന്റെ മുൻഗണന എന്റെ പിതാവാ. My priority is not people but my Father. പിതാവിനെ കേൾക്കാതെ ഈ ജനങ്ങൾക്കൊന്നും കിട്ടത്തില്ല. Without hearing from my Father, people won't receive ജനങ്ങളെ anything. ശുശ്രൂഷിക്കുക എന്നുള്ളത് ഒരു കാര്യമാണെങ്കിലും അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ കാര്യം പിതാവിനെ കേൾക്കുക എന്നുള്ളതാണ്. It is important to minister to people, but even more important is hearing from the Father. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജോലിയല്ല, കുടുംബമല്ല, വേറെ ഒന്നുമല്ല, പിതാവുമായിട്ടുള്ള ബന്ധം അതിന് പ്രയോറിറ്റി, അതിന് മുൻഗണന കൊടുത്താൽ സ്വർഗത്തിലെ പിതാവ് എന്ത് പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റും. If you give priority in your relationship with the Father, you will be able to hear him. ചിലർ ചോദിക്കും, പാസ്റ്റർ എങ്ങനെ ഇതൊക്കെ കേൾക്കുന്നത്? പാസ്റ്റർ കേൾക്കുന്നത് അതുകൊണ്ടാണ് കേൾക്കുന്നത്. That's why your pastor is able to hear from the Lord. ഞാൻ അങ്ങനൊന്നും ഇരുന്നിട്ട് കേൾക്കുന്നില്ല. നീ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നിന്റെ തലയ്ക്കകത്ത് 100,000 കാര്യങ്ങളായിരിക്കും. സമയമില്ല. You don't have time. That's why you don't You are hear. not free. നീ സ്വതന്ത്രനല്ല. പല കാര്യത്താൽ നീ പിടിക്കപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നിനക്കൊന്നും കേൾക്കാൻ ഒക്കത്തില്ല. You are bound with അപ്പോഴാണ് നമ്മൾ many യൂട്യൂബ് things. വെച്ച് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഗോഡ് TV ഒക്കെ വെച്ച് കേട്ടോണ്ടിരിക്കുന്നത്. പവർ വിഷൻ, you're hearing every other Christian channel. You're surrounded. You don't have ഹാർവസ്റ്റ് TV time. വെച്ച് കേൾക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് വല്ലവരും പറയുന്നത് കേട്ടോണ്ടിരിക്കുക. You're not able to hear the Father speaks, so you're hearing 100,000 സ്ഥലങ്ങളിൽ അങ്ങ് പോവാ, കേൾക്കാൻ വേണ്ടി പോവാ. രാവിലെ വണ്ടി വിട്ടങ്ങ് കേൾക്കാൻ പോവാ. എന്തോ കേൾക്കാനാ? നീ വെളിച്ചെന്ന് ആറാണക്കല്ല് തല്ലുമ്പോ തല്ലി പോത്തേ ഉള്ളൂ. കാര്യം ആരൊക്കെ എന്നൊക്കെ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത്? നിന്നെ ഒരിടത്തിരുത്തുന്നത് അവിടുന്ന് കേൾക്കാൻ വേണ്ടിയാ. Hallelujah. You're going to n number of places to hear. You will be destroyed. You are placed in one place to hear. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള മേഖലയാണ് സ്വർഗത്തിലെ ദൈവം പുത്രനെ അയച്ച് നൽകി തന്നിരിക്കുന്നത്. സ്വതന്ത്രമായി. God has given you. ഭാരപ്പെട്ട് പേടിച്ച് അയ്യോ ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്നെ ദൈവം ഇന്ന് അടിക്കുമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിൽ ആ സന്ദേശമേ തെറ്റാ. If a message is going to put you into fear and doubt, then that message is wrong. ബന്ധനത്തിൽ കിടക്കുന്നവന്റെ ബന്ധനത്തെ അഴിച്ചുവിടുന്നതാണ് സന്ദേശം.
True message will deliver you from bondage, not get you into bondage. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ യേശു 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാം പറയാൻ സമയമില്ല, ഒരു കാര്യം ഞാൻ പറയാം. John 17, Jesus prays for 3 things. ഒന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. 17-ന്റെ 1 ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്താ? പിതാവേ, നാഴിക വന്നിരിക്കുന്നു. അടുത്ത വാക്ക്, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പ്രാർത്ഥന എങ്ങനെ കിടക്കുന്ന അറിയാമോ? നാഴിക വന്നിരിക്കുന്നു, the hour has come, the time has come. പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുത്രനെ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ പുത്രനെ മഹത്വപ്പെടുത്തണം. It says the hour has come to glorify thy son. So your son may be glorify you. നീ പുത്രനെ മഹത്വപ്പെടുത്തിയാല് പുത്രനെ നിന്നെ മഹത്വപ്പെടുത്താൻ പറ്റത്തുള്ളൂ. So that the son may glorify you. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു അധ്യായമായി 17-ാം അധ്യായം. കാര്യം 17-ാം അധ്യായത്തിനകത്ത് യേശുവിന്റെ പ്രാർത്ഥന വളരെ ശക്തമായ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. 17th chapter of John is one I love because it's a powerful prayer of Jesus. സത്യമായിട്ട് ഞാൻ പറയട്ടെ, നീ അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വായിച്ചാൽ നിന്റെ ലൈഫ് മാറിപ്പോകും. If you carefully read, your life will change. എന്റെ ലൈഫിനകത്ത് മാറ്റം വന്ന് 22-ാമത്തെ വാക്യം വായിച്ചപ്പോഴേ. 22-ാമത്തെ വാക്യം കാര്യം മഹത്വം എന്ന് പറയുന്ന ഒരു കാര്യം തന്നേച്ച് പോയേക്കുവാ. My life changed when I read the 22nd verse which says I have given you my glory. അപ്പോഴാ കൊലോസ്യർ 1:27 എഴുതിയിരിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്തിരിപ്പുണ്ട്. And Colossians 1:27 says hope of glory Christ is in you. 22-ാമത്തെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നെന്നാ. The glory that I have given me, നേരെ ചൊവ്വേ ഞാൻ പറയുന്നത് കേട്ട് നടന്ന തെരുവെന്നല്ല പറഞ്ഞ നീ ഭയങ്കര കുഴപ്പക്കാരനായിരിക്കുമ്പോ തന്നെ കർത്താവിന്റെ മഹത്വത്വം നിന്റെ മേൽ പകർന്നിരിക്കുകയാണ്. ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. Not because you are perfect, but God has given His glory in you through Christ. Hope of glory Christ is in you. ഈ ബോധം വരുന്നവനാണ് കൊലോസ്യർ 1:28 ചെയ്യുന്നത്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കും. And such a person with this understanding will do Colossians 1:28 to make every man perfect in Christ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ അകത്ത് വന്നെന്ന് എന്റെ അകത്തൊരു ബോധ്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വരുന്ന ഏതവനാണെങ്കിലും യേശു ചെയ്ത വേശ്യസ്ത്രീയുടെ വീട്ടിൽ പോകുമോ നമ്മളാണെങ്കിൽ നമ്മൾ പിശാച് എന്നൊക്കെ പറഞ്ഞിട്ട് പോയതിന് വരുന്നു. യേശുവിനെ ആട്ടാനും തുപ്പാനും ഒന്നും അറിയത്തില്ല. കാര്യം അവരുടെ ബലഹീനതയിൽ താണിറങ്ങിച്ചെന്ന് സഹായിക്കുന്നവനായ യേശു. കള്ളുകൂടിയനാണെങ്കിൽ കള്ളുകൂടിയനെ സഹായിക്കാനാണ് കർത്താവ് വന്നത്. എടാ പരീശ വിശുദ്ധ, നീ അവിടെ ഇരുന്നോ, നീ വിശുദ്ധനായിട്ടിരുന്നോ, എന്നാൽ പാപികളിൽ പ്രധാനി. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുന്നത് ഇങ്ങനൊക്കെ പറയുവാണെങ്കിൽ പാപികളിൽ പ്രധാനി. ഞാൻ ഇത്രയൊക്കെ വെളിപ്പാടുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയാം, പാപികളിൽ പ്രധാനി ഞാനാണ്. Paul says, I am the chief amongst all sinners. And Jesus said, അവരുടെ പള്ളിയുടെ മുമ്പിൽ നിന്ന് അവരുടെ നമ്മളെ വിശുദ്ധനായെന്ന് വിചാരിക്കരുത്. അന്നേരം നീ ചിന്തിച്ചോണം എവിടെയൊക്കെയോ എന്തൊക്കെയോ ശരിയാകാനുണ്ട്. Don't think that by going to church you are പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് പാട്ട് പാടുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട്, പലരും ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നൊക്കെ കർത്താവിന് പോലും മനസ്സിലാക്കാത്ത ഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. You are on the platform, you are ministering, your prayer is so കർത്താവ് അവിടുത്തെ ഡിക്ഷണറി മുഴുവൻ നോക്കിയിട്ട് മനസ്സിലാക്കാത്ത സാധനങ്ങളൊക്കെ വെളിപ്പാട് വരെ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് കർത്താവിനെ പോലും മനസ്സിലാക്കാത്ത വെളിപ്പാട് വരെ പറഞ്ഞു കളയും. You are speaking revelation, even God himself doesn't understand. കർത്താവ് വിചാരിക്കും ഞാൻ തന്നെയാണോ ഇതെന്ന് വിചാരിക്കും. And God thinks he's കർത്താവ് പോയി കണ്ണാടിക്ക് നോക്കിയിട്ട് പറയും എന്നെ കുറിച്ചാണോ ഇവന് ഇത് പറയുന്നത്, ഞാനാണോ ഇത്. കാര്യം ഇവന്റെ ആ ഭാഷയും ആ ശുദ്ധിയും അവന്റെ ആ തെറുപ്പീരും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തെ 5-6 തുപ്പിലൊക്കെ തെറിപ്പിച്ച് പറയുമ്പോൾ your language is so complex and God is അടുത്തിരിക്കുന്ന ആളോട് പറ, നീ എത്ര ശബ്ദത്തിൽ പറഞ്ഞാലും എത്ര ഭാഷകൾ ഉപയോഗിച്ചാലും കർത്താവിനൊരു മാറ്റം വരത്തില്ല. അവൻ അനാദികാലം മുതൽ അവൻ അങ്ങനെ തന്നെയാണ്, അവനൊരു മാറ്റം ഉണ്ടാകത്തില്ല. No matter what language you use to pray, God is the same, he never changes. Oh, glorify your son that your son may glorify you. നിന്റെ പുത്രനെ മഹത്വപ്പെടുത്തിയാൽ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തും. If you glorify your son, the son will glorify you. നോർമൽ പ്രേയർ എങ്ങനെ, സാധാരണ പ്രാർത്ഥനകൾ എങ്ങനെ? എന്നെ വിടുവിക്കണമേ, അനുഗ്രഹിക്കണമേ. എന്തിന്? Normal prayer is deliver me, bless me. What is it for? പ്രാർത്ഥനയ്ക്കകത്തൊക്കെ കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ മഴ പെയ്യരുത്. എന്തിനാ മഴ പെയ്യാതിരിക്കുന്നത്? You pray, Lord, it shouldn't rain. For what? മഴ പെയ്യാതിരുന്നിരുന്നെങ്കിൽ അയ്യോ. What will you do if it doesn't rain? പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഉറക്കം വരുന്നുണ്ടോ? കർത്താവേ ഉറക്കം വരുന്നേ.
രാത്രിയിലൊക്കെ ചുമ്മാ കിടന്ന് ഉറങ്ങണം, സ്വോത്രം പറഞ്ഞേച്ച്. You must sleep well at night. കാര്യം പറയാണ്, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കുമ്പോൾ, നീ എൻ്റെ അവനെ വിടുതൽ തരുമ്പോൾ അതുവഴി എനിക്ക് നിന്നെ മഹത്വപ്പെടുത്താൻ പറ്റും. You must pray that when you deliver me, through that I must അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, to lift up your name. എനിക്ക് എന്റെ വഴി പോകാനല്ല, എന്നെ അനുഗ്രഹിച്ച് ഉയർത്തി മാനിക്കണം. That I will glorify you. You must pray. നീ എന്നെ അനുഗ്രഹിക്കണം, അപ്പോഴാണ് ഞാൻ നിന്റെ മഹത്വത്തെ ഞാൻ വെളിപ്പെടുത്തും. You must pray, Father, bless me so that I can glorify your name. Hallelujah. Hallelujah. നിന്റെ വിടുതലിനകത്താണ് പിതാവിന് മഹത്വം കിട്ടുന്നത്. കേട്ടോ കുഞ്ഞെ, നിന്റെ വിടുതലിനകത്താണ്, നിന്റെ അനുഗ്രഹത്തിനാണ് പിതാവിന് മഹത്വം കിട്ടുന്നത്. Your deliverance and your blessing is God's glory. Amen. Hallelujah. Hallelujah. നിങ്ങൾ നോക്കിയേ, യേശു 17-ാം അധ്യായത്തിനകത്ത് ക്രൂശിൽ മരിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് പിതാവിന് മഹത്വം കിട്ടുന്നത്? In the 17th chapter, Jesus was going to die. How does the Father get glory? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, എങ്ങനെ ക്രൂശിൽ മരിക്കാൻ, മരത്തിൽ തൂങ്ങി മരിക്കുന്നവന് അവൻ മരിക്കാൻ പോവില്ലേ? Jesus was going to the cross. ശപിക്കപ്പെട്ടവൻ, cursed one. ആമേൻ. ഹല്ലേലൂയ. ജനം യേശുവിനെ ഇതാണ്ട് നോക്കി അങ്ങ് പ്രാകാൻ പോവുക. People are going to curse him. മുഖത്ത് തുപ്പാൻ പോകുന്നു. Spit on his face. ലൈഫിൽ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഭയങ്കരമായിരിക്കുന്ന ഹ്യൂമിലിയേഷൻ, അപമാനത്തിൽ കൂടെ പോകാൻ തുടങ്ങുന്നു. He was going to face humiliation like he's never അപ്പോൾ എവിടെയാണ് ഈ മഹത്വം വരുന്നത്? Where will Father get glory? ക്രൂശ് മരണത്തിൽ എവിടെയാണ് സഹോദരങ്ങളെ മഹത്വമുള്ളത്? Where is glory on the death of the cross? ഒറ്റപ്പെടുമ്പോൾ എവിടെയാണ് മഹത്വം ഉണ്ടാകുന്നത്? When he is left alone, where is glory? ആമേൻ. ഹല്ലേലൂയ. റോമൻ സീൽ വെച്ച് തീർന്നു എന്ന് പറയുന്ന കല്ലറയ്ക്കകത്തൂടെ മഹത്വം എങ്ങനെ വരാനാ? When the Romans have sealed the tomb and closed it, where is പടയാളികൾ glory? കാവലിരിക്കുന്ന കല്ലറയ്ക്കകത്തുനിന്ന് എങ്ങനെ മഹത്വം വരാനാണ്? How can glory come out of the tomb where it's closed and നിങ്ങൾ somebody is ശ്രദ്ധിച്ചു നോക്കിയേ, watching? യൂദായുടെ പുസ്തകം 9-ാം വാക്യത്തിനകത്ത് മോശ മരിച്ചപ്പോൾ മോശയുടെ ശരീരത്തിന് വേണ്ടി മീഖായേലിനെ അയച്ചവനാ. He is a God who sent Michael to claim the body of Moses. മോസസിന് വേണ്ടി മീഖായേലാ വന്നതെന്ന്. Michael came to claim the body of Moses. യേശുവിന് വേണ്ടി തൃത്വത്തിൽ ബഹുമാന്യനായിരിക്കുന്ന മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് അയക്കപ്പെട്ടവനായി ഇറങ്ങി വന്നു. The Holy Spirit, the third one in the Trinity, came down for the body of ആമേൻ. യേശുവിനെ ഉയർപ്പിക്കുവാൻ ആർക്കും പറ്റത്തില്ല, തന്നെ ഉയർത്തു വരാൻ പറ്റത്തില്ല. അവിടെ തൃത്വത്തിലെ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ തന്നെയാണ് അയച്ചത്. The third one in the Trinity, Holy Spirit himself came down to resurrect Jesus. അതേ അളവിൽ അതേ പരിശുദ്ധാത്മാവിനാണ് സഭയ്ക്ക് തന്നിരിക്കുന്നത്. And the same Holy Spirit is given to the church. നീ ഒരിക്കലും ജയിക്കരുത്, നീ ഉയർന്നു വരരുത്, നാണം കെട്ട് കിടക്കണമെന്ന് പറയുന്നതിന്റെ നടുവിൽ ദൈവം നിന്നെ വിടുവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു. When people said you should never come up, you should be in shame, Holy Spirit has come to lift you. മറന്നു പോകരുത്. ആമേൻ. നീ കടക്കടിയിൽ കിടക്കണം, നീ രോഗത്തിൽ പിടിക്കപ്പെട്ടവനായി ഇരിക്കണമെന്ന് പറയുന്നതിന്റെ മധ്യത്തിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ വിടുതലിനായിട്ട് അയച്ചിരിക്കുക. The Holy Spirit has come to deliver you from your debt. ആ കടബാധ്യതയിൽ നിന്ന്, ആ രോഗത്തിന്റെ ശക്തിയിൽ നിന്ന് നീ പുറത്തു വരണം. You must come out of debt and sickness. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെ പുറത്തു വരുമെന്ന് പറഞ്ഞ് ചിന്തിച്ച്, How can I come ഈ out? പ്രതിസന്ധിക്കകത്തു ഞാൻ എങ്ങനെ പുറത്തു വരുമെന്ന് ചിന്തിച്ച്, How can I come out of this trouble? ഇതിന് പിതാവിന് എങ്ങനെയാ മഹത്വം വരുമെന്ന് ചിന്തിച്ച് നിന്റെ സമയം കളയാതെ ലീവ് ഇറ്റ് ടു ദ ഹോളി സ്പിരിറ്റ്, ഈ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തേ. Don't waste time thinking how can Father get glory. Instead, leave it to the Holy Spirit. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നോട്ടീസിന്റെ പേപ്പർ ആണെങ്കിലും എടുത്തോണ്ട് വരണം, പുറവശത്ത് എഴുതിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു. Last week I said at least bring a notice so that you can write at the back of it, or bring a notebook. എന്തിനാ വരുന്നത്? ഇങ്ങനെ നോക്കിയിരുന്ന എന്നെ കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, ഗുണമുണ്ടാകത്തില്ല. ചിലരന്നെ വാക്യം മാത്രം എഴുതി വെച്ചു, വീട്ടിൽ ചെന്ന് നോക്കുക, എന്തിനാ ഈ വാക്യം പറഞ്ഞ? പുള്ളിക്ക് എന്നാ കാര്യത്തിനായിരുന്നു ആ വാക്യം അവിടെ പറയേണ്ട കാര്യം? കൊലോസ്യർ 1:27 പറഞ്ഞു, യോഹന്നാൻ 17:22 പറഞ്ഞു, പിന്നെ കൊലോസ്യർ 1:28 പറഞ്ഞിരിക്കുന്നു. വായിച്ചിട്ട് ഒരു പിടിയും കിട്ടത്തില്ല. അതാ കുഴപ്പം. അപ്പൊ അങ്ങനെ ഇരിക്കും. സുനിലിന് മനസ്സിലായി, അവന് കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പോടാ വീട്ടിൽ. ഹല്ലേലൂയ. മനസ്സിലായി.
കുറിച്ചെടുക്കുന്ന എന്തിനാ ചെറിയ കുറിച്ചെടുത്തിട്ട് നിങ്ങൾ പഠിച്ചങ്ങ് പണ്ഡിതനാകാൻ വേണ്ടിയല്ല. നിന്റെ ജീവിതത്തിലെ വിടുതലാണെന്ന് നിനക്ക് മനസ്സിലായാൽ നീ അതിനെ മാർക്ക് ചെയ്ത് വെക്കണം. Take down notes because this is deliverance for your life. അയ്യോ, ഞാൻ ഈ ചർച്ചിനായിട്ട് ഇവിടെ വരുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ കർത്താവിന് മഹത്വം പറയാം. വെനസ്ഡേ സെല്ലിനകത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന സമയം അത്. നീ ഗ്രഹിച്ചിട്ട് നിന്റെ വായിൽ കൂടി ആ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ എവിടെങ്കിലും നിന്റെ കെട്ടുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോകും. I thank God for the people and the cell meeting. നീ കാര്യം മനസ്സിലാക്കി, നീ കാര്യം മനസ്സിലായിട്ട് നീ അത് ആപ്ലിക്കേഷൻ ആയിട്ട് നീ കേട്ടു. യു ഹേർഡ് ഇറ്റ്, ബട്ട് യു ഹാവ് ടു അപ്ലൈ ഇറ്റ് ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ, after hearing you must apply it in your life, and it happens when you declare it on a Wednesday cell. ആ മോനെ അവൻ കട്ടപ്പെട്ട് പോയി ചായ എന്തോ പേര് ഗ്രീൻ ടീ ഉണ്ടാക്കി വിടും. ഞാൻ കുടിച്ചില്ല, എന്നെ ഗുണം കഴിഞ്ഞ തണുത്തു പോയി, എന്നെ കുടിക്കാൻ കൊള്ളത്തില്ല. Shinto makes green tea, and what is the use if I don't drink it? ഇത് എഴുതി വെച്ചത് വളിച്ചു പോവും. It becomes stale. രണ്ടുപേരോട് പറയാനുള്ള അവസരമാണ്. Surrender everything to the Holy Spirit. എല്ലാം അടിയറ വെച്ച് പരിശുദ്ധാത്മാവിലേക്ക്. Don't be confused. Surrender everything to the Holy Spirit. 2 Corinthians 4 എഴുതിയിരിക്കുന്ന അത്യന്ത ശക്തി മൺകൂടാരങ്ങളിലിരിക്കും. അത്യന്ത ശക്തി. ഫ്രജൈൽ വെസൽ. നമ്മളെ ഫ്രജൈൽ താഴോട്ടിട്ട് പൊട്ടിപ്പോകുന്ന എർത്തൺ വെസല, മണ്ണ് കൊണ്ടുണ്ടാക്കിയത്. നമ്മൾ ഇതിനകത്തുകൊണ്ട് വെച്ചേക്കുന്നുണ്ടോന്നറിയോ? യേശു കർത്താവിനെ മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് ഉയർപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലുപ്പം. Exceeding power that raised Jesus from the dead is poured out into earthen vessels. നീ പറയുന്നത് പനിയാണ്, സുഖമില്ലെന്ന്. That's when you say, ലിസൺ, അകത്തിരിക്കുന്ന ശക്തി നീ തിരിച്ചറിയാത്തോണ്ട് നിന്റെ അടുക്കൽ കൂടെ വന്ന ചെറിയ സാധനത്തെ നീ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നു. You don't know the power that has come in you. That's why you're highlighting small things that come against you. കോട്ടുവാടും. അത്യന്ത ശക്തി അകത്തിരിക്കുന്നവരാ കോട്ടുവാട്ടോണ്ടിരിക്കുന്നു. Exceeding power is in you, but you're yawning here. മനസ്സിലായോ? പുറം പൊളക്കുന്നു, അത്യന്ത ശക്തി അകത്തു. You say your back is hurting when you have exceeding power in you. You don't understand. നിനക്ക് മനസ്സിലാകുന്നില്ല നിന്റെ അകത്ത്, നിന്റെ fragile vessel-നകത്ത് what he has kept. നിന്റെ അകത്ത് വെച്ചിരിക്കുന്ന അത്യന്ത ശക്തി. You don't understand what power is placed within you. ഇത് മനസ്സിലായ പൗലോസ്ലേഹിയായി പറയുന്നത് എഫേസ്യർ 1:17 തൊട്ട് വായിക്കുന്നവരുടെ ആമേൻ ഹല്ലേലൂയ. ആ വാക്യങ്ങളൊന്ന് വായിച്ചേ. Ephesians 1:11. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ 3 വാക്യങ്ങൾ കാണാതെ പഠിക്കണം. എന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എഫേസ്യർ 1:17 വായിച്ചോളൂ. മഹത്വമുള്ള പിതാവുമായവൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവം മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വെളിയാനുള്ള ആശ ഇന്നതെന്തും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയണം. That the God of our Lord Jesus Christ, the Father of glory, may give to you the spirit of wisdom and revelation in the knowledge of Him, the eyes of your understanding being enlightened, that you may know what is the hope of His calling. The eyes of your understanding. നിങ്ങളുടെ ഹൃദയദൃഷ്ടി തുറന്നില്ലെങ്കിൽ ഈ അത്യന്ത ശക്തി ഗുണമില്ലാതായി പോകും. If your eyes of understanding do not open, this power will be a waste. Hallelujah. How that will get open? With divine wisdom. ദൈവത്തിന്റെ ജ്ഞാനം വരുമ്പോൾ നിന്റെ കണ്ണുകൾ തുറക്കപ്പെടും. When divine wisdom comes, your eyes will be open. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ശക്തി നിന്റെ അകത്തിരിക്കുക. The same power that resurrected Christ from the dead is in you. അളവറ്റ വലിപ്പം, immeasurable അളവറ്റ വലിപ്പം, അതിന്റെ ശക്തി എന്താണെന്ന് ഒരുത്തിന് മനസ്സിലാക്കണം. One has to understand the exceeding greatness of His power. ഈ കണ്ണു തുറന്നിട്ട് കാര്യമില്ല. നിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി, ഹൃദയത്തിന്റെ കണ്ണു തുറക്കണം. And to understand that, your eyes of understanding has to open up. Hallelujah. Hallelujah. ഹൃദയത്തിന്റെ ഈ കണ്ണ് തന്നെ തുറന്നിരിക്കുന്നതിന് അടഞ്ഞു പോവുക. Even our naked eyes are not able to be opened. സഭയ്ക്കകത്ത് ചർച്ചിനകത്ത് വന്ന് സന്ദേശത്തിന്റെ സമയത്ത് നിന്റെ ഈ കണ്ണ് അടയുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി എന്നെ അടഞ്ഞു പോയതാ. If your physical eyes are closing in the church, your eyes of understanding is
പരിശുദ്ധാത്മാവിലുള്ള അത്യന്ത ശക്തി നിന്റെ അകത്തിരിക്കുമ്പോൾ നിന്റെ ബാഹ്യമായ കണ്ണുകൾ അടയത്തില്ല. കാര്യം നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുക. When your eyes of understanding is open, your outward eyes will never close. Hallelujah. Hallelujah. Immeasurable power. Immeasurable എന്ന് വെച്ചാൽ അളക്കാൻ പറ്റാത്ത ശക്തി ഇത്. It's a power that cannot be measured. നീ നോക്കി, ഒരു ചാക്കെടുത്ത് വെച്ചാൽ ആ ചാക്കിനകത്ത് നിറയ്ക്കാൻ പറ്റും. അത് കൂടുതൽ ചർച്ച കഴിഞ്ഞാൽ ചാക്ക് കീറിപ്പോവും. If you take a sack, there is a limit to which you can എല്ലാ fill it. കാര്യങ്ങളും നോക്കി മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാം Everything is measurable. ഇതിനകത്ത് 125 പേര് കൂടുതൽ ഇവിടെ ഇരിക്കാൻ ഒക്കത്തില്ല. Only 120 people can sit in ഇപ്പൊ this തന്നെ നിങ്ങൾ room. പാക്ക് ചെയ്തായിരിക്കുന്ന കാര്യം ഇനി ഇരിക്കാൻ ഒക്കത്തില്ല. കാര്യം ഡോർ തുറക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്റ്റേജിലോട്ട് കയറ്റി ഇരുത്തേണ്ടി വരും. We cannot seat people beyond a certain amount. അതിന് കുത്തി നിറച്ച് 250 പേരെ നിറച്ചെന്ന് പറഞ്ഞാൽ തിന്നു തിരിയാൻ ഒക്കത്തില്ല. അത് കൂടുതൽ നിറയ്ക്കാൻ ഒക്കത്തില്ല. Maximum 250 we can pack. എല്ലാം മെഷറബിൾ ആണ്. Everything is measurable. നോക്കി, എന്നാൽ അളക്കാൻ പറ്റാത്ത അളവിലുള്ള ഒരു അത്യന്ത ശക്തിയാണ് നിന്റെ അകത്ത് മൺകൂടാരത്തിനകത്ത് വെച്ചിരിക്കുന്നത്. But there is an exceeding greatness of his power that is in this earthen vessel. അതാണ് ഹോളി സ്പിരിറ്റ് പവർ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അളക്കാൻ കഴിയാത്ത ശക്തി. And that is an exceeding greatness of his power that cannot be measured. നിനക്ക് വിരോധമായി ചെയ്ത കൂടോത്രത്തിന് തൊടാൻ പറ്റാത്ത വണ്ണം അത്യന്ത ശക്തിക്കാത്ത നീ. ഒരു മതത്തിനോ ഒരു രാഷ്ട്ര തലവനോ നിന്റെ അകത്ത് വന്നിരിക്കുന്ന അത്യന്ത ശക്തിയെ കെടുത്താൻ പറ്റത്തില്ല. No leader or anyone can റോമൻ സീനോ റോമൻ ഗവൺമെന്റിനോ റോമന്റെ ഭരണാധികാരിക്കോ ഹെരോദാവിനോ പീലാത്തോസിനോ വല്ലം നിന്നെ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? നിന്റെ ആ കല്ലറയ്ക്കകത്ത് മരിച്ച അവസ്ഥയിലേക്ക് കയറി വരുന്ന അത്യന്ത ശക്തിയാ. No Roman governor or person or Roman seal could stand against the resurrection power that is going to raise Christ. അത് തിരിച്ചറിഞ്ഞാൽ ഉണ്ടല്ലോ പിതാവിന് മഹത്വം കിട്ടും. ഇത് തിരിച്ചറിഞ്ഞാൽ your father in heaven will be glorified. Knowing this, your father in heaven will be glorified. തന്നെത്താൻ മഹത്വം കിട്ടില്ല. നിനക്കും അത് മനസ്സിലായാൽ പിതാവിന് അത് മഹത്വമായി തീരും. When we all understand that, God gets glory. യേശുവിനെ കല്ലറയ്ക്കകത്ത് വെച്ചിട്ട് എല്ലാം തീർന്നെന്ന് പറഞ്ഞിരിക്കുമ്പോൾ തൃത്വത്തിലെ ബഹുമാന്യനായിരിക്കുന്ന പരിശുദ്ധാത്മാവ്, മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് അതിനകത്തോട്ട് ഇറക്കി ആമേൻ ഹല്ലേലൂയ യേശുവിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഈ സീസണിൽ, ഈ ജൂലൈ മാസത്തിൽ നിന്റെ താളവസ്ഥയ്ക്കകത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ വിടുവിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിനാൽ സാധ്യമാണ്. When everybody thought that it's over, Jesus is in the tomb. സ്വീകരിച്ചെടുത്തോ. നിന്റെ കാലഘട്ടം, നിന്റെ ചരിത്രത്തെ മാറ്റുവാൻ, നിന്റെ സീസണെ മാറ്റുവാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. Holy Spirit wants to change your season and your history. നിന്റെ അപമാനത്തിന്റെ സീസണിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുക. He wants to lift you up from the season of shame. നിന്നെ ഒതുക്കിയ സീസണിൽ നിന്ന് നീ പുറത്തു വരാൻ പോകുകയാണ്. It's a time to come out of the season that പാരക്ലീറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരക്ലീറ്റോസ്, ഈ പരിശുദ്ധാത്മാവ് നിന്നെ അങ്ങനെ വെറുതെ വിടുന്നവരല്ല. നിന്റെ അവസ്ഥയ്ക്കകത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. Paracletos, Holy Spirit is not going to leave you alone. He will come down in your situation and bring you out. And I want to tell you that your tomb will be opened. നിന്റെ കല്ലറ തുറക്കും. Your tomb will open. Your tomb will be opened. ഞാൻ ചിലരെ നോക്കി ഇങ്ങോട്ട് പറയട്ടെ, നിന്റെ ടോംബല്ലേ നീ തുറക്കാൻ പോകുന്നത്, നിന്റെ വൂമ്പ് തുറക്കാൻ പോവാ. നിന്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകാൻ തുടങ്ങാൻ പോവാ. അവൻ സ്വീകരിക്കുന്ന പ്രാപിക്കുന്നവർ പ്രാപിച്ചെടുത്ത് പറ. നിന്റെ കല്ലറയ്ക്കപ്പുറത്തേക്ക്, നിന്റെ ഉദരത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകട്ടെ. ഒരു പുതിയ ചലനം ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സ്വീകരിക്കുന്നവർ സ്വീകരിച്ചെടുക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ അടഞ്ഞു പോയ ഗർഭപാത്രങ്ങൾ തുറന്നു വരട്ടെ. Let the closed wombs open now. അവൻ വാകളെ തുറന്ന് പറ, എന്റെ അടഞ്ഞു പോയ ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്ന എന്റെ ഹല്ലേലൂയ അകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രവാഹം ഉണ്ടാകട്ടെ. When people said nothing is good, let the Holy Spirit move.
എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓൺലൈനിൽ ഇരിക്കുന്ന നിന്റെ ഭവനത്തിനകത്തേക്ക് ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇറങ്ങി വരും. Those who are listening to me കരങ്ങളെയൊക്കെ തട്ടി സ്വീകരിക്കുന്നവർ സ്വീകരിച്ചെടുക്കുക. And Paracletos is available. നിനക്കായി പരിശുദ്ധാത്മാവ് ഇതാ വന്നു നിൽക്കുക. നിന്റെ സീസൺ മാറട്ടെ, നിന്റെ കാലാവസ്ഥ മാറട്ടെ, നിന്റെ കാലഘട്ടങ്ങൾ മാറട്ടെ. ഞാനിപ്പോ കണ്ടൊരു കാര്യം ഞാൻ പറയാം. നിന്റെ ഉദരം അഭിഷേകത്തിൽ നിറയാൻ പോവാ. ഒരു കൈമാറ്റം പോലെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ. ഒരു അഭിഷേകത്തിന് ഒഴുക്ക് സംഭവിക്കട്ടെ. സ്വീകരിച്ചെടുക്ക, സ്വീകരിച്ചെടുക്ക അഭിഷേകത്താൽ. ഒരു കൈമാറ്റം പോലെ യേശുവിന്റെ നാമത്തിൽ. ഈ മുറിക്കകത്ത് അഭിഷേകത്തിന്റെ ഒഴുക്ക് സംഭവിക്കട്ടെ. പുതിയ ചലനം ഉണ്ടാകട്ടെ, പുതിയ ചലനം ഉണ്ടാകട്ടെ, പുതിയ ചലനം ഉണ്ടാകട്ടെ. സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. രോഗക്കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കാണും. വീട്ടിനകത്തെല്ലാം ആ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് സംഭവിക്കട്ടെ, ഒഴുക്ക് സംഭവിക്കട്ടെ. Thank you, Jesus. Thank you, Jesus. ഇങ്ങനെയൊക്കെ വരുമ്പോ പൊട്ടന്മാരെ പോലെ, പൊട്ടികളെ പോലെ സ്വീകരിച്ചെടുത്തോണം. Receive it like a fool. ഈ കല്ലെല്ലാം പറക്കി വെച്ചിട്ട് നടന്നു കയറാൻ പറ്റാത്ത പോലെ നിൽക്കുന്ന ചിലരുണ്ട് ഇതിനകത്ത്. പാറക്കെട്ടുകളുടെ മുമ്പിൽ വന്നേച്ച് നിൽക്കുക, കയറി പോകാൻ വയ്യ. കാര്യം വഴുവഴുത്ത് കിടക്കുക, കയറി പോകാൻ ഒക്കത്തില്ല. പാറക്കെട്ടുകളെ വഴുവഴുപ്പ് കയറി നിന്ന് നടുവടിച്ച് താഴെ വീഴും. There are big rocks and it's slippery. പരിശുദ്ധാത്മാവ് പുതിയ പാലം പണിതു തരുക. Holy Spirit is building a new bridge. ഒത്തിരി പേര് തെന്നി താഴെ പോയെടുത്ത് പരിശുദ്ധാത്മാവ് അവന്റെ കരങ്ങളെ വെച്ച് നിന്റെ മുകളിലേക്ക് ഉയർപ്പിച്ചു കൊണ്ടുപോകി. The Holy Spirit is giving you a bridge and making you lift. ആമേൻ, ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് മുഴുവൻ ക്ലേശങ്ങളാണെങ്കിൽ ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ഈ 7-ാം മാസത്തിനകത്ത് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, മധുപാസ്റ്റർ, നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകൾക്കകത്ത് ഹല്ലേലൂയ കർത്താവ് ഒരു പുതിയ പാലത്തെ പണിയുക. God is building a new bridge in the life of Mother Pastor. കൈമാറ്റം പോലെ യേശുവിന്റെ നാമത്തിൽ അത് ആമേൻ പിടിച്ചെടുക്കുക. Receive it in the name of the Lord. എന്നെ കേട്ട്, നിങ്ങൾ എന്നെ ഒന്ന് കേട്ട്. ഇത്ര നാൾ നിങ്ങൾ ഇല്ലെന്നല്ലേ പറഞ്ഞ? പൈസ ഇല്ല, ആരോഗ്യമില്ല, സമാധാനമില്ല, സന്തോഷമില്ല, ഇല്ലെന്നല്ലേ പറഞ്ഞ? ഇന്ന് തൊട്ട് പറ, പരിശുദ്ധാത്മ ഉണ്ടെന്ന് പറ. Until now you said I have no money, I have no health, I have nothing. അനുസരണമില്ല, ഉയർച്ചയില്ല, ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലെന്ന് പറഞ്ഞിടത്തോട്ട് നോക്കിയിട്ട് പറ, ഒന്നുമില്ലായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവുണ്ട്. എന്തിന് ജീവിക്കണം, എന്തിന് എങ്ങോ മുമ്പോട്ട് എങ്ങനെ പോകും, എന്ത് വൈക്കിൽ ചോദ്യചിഹ്നങ്ങളല്ലേ? ആ ചോദ്യചിഹ്നങ്ങളെ നോക്കിയിട്ട് പറ, എനിക്കൊരു ഉത്തരം കിട്ടി, എന്റെ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഇന്ന് രാവിലെ അത് സ്വീകരിച്ച് പറ, ഹല്ലേലൂയ. നിന്റെ 100,000 പ്രശ്നങ്ങളെ നോക്കി ഒരു പേര് പറഞ്ഞ്, പാരക്ലീറ്റോസ് ഈസ് അവൈലബിൾ. Before your 100 problems, the Holy Spirit is with you. ഹല്ലേലൂയ. എന്തോ പറയുന്നത് അറിയാമോ? 100,000 പ്രശ്നങ്ങളെ നോക്കിയിട്ട് പറയാ, അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിനകത്ത് ഇരിപ്പുണ്ട്. Before thousands of problems, I have the exceeding greatness of His power in this earthen vessel. മോളെ അശ്വതി, നിനക്ക് മനസ്സിലായി? തോറ്റം എന്നല്ല പറയണ്ടേ, തോൽപ്പിച്ച വിഷയത്തിലേക്ക് നോക്കിയിട്ട് പറ, ഇനി നിനക്ക് എന്നെ തോൽപ്പിക്കാൻ ഒക്കത്തില്ല. എന്നെ ജയിപ്പിക്കുന്നവൻ അത്യന്ത ശക്തി എന്റെ അകത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാത്തിനും ജയിക്കും. I will win over everything because the exceeding greatness of His power is in me. ഈ
വീട്ടിനകത്ത് ഇടുക്കമാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറ, പരിശുദ്ധാത്മാവ് വിശാലമാക്കും. If there is narrowness in your home, tell the Holy Spirit He എന്ന് will പറഞ്ഞാൽ make ഒറ്റ മുറിക്കകത്ത് താമസിക്കുന്നെങ്കിൽ ഭയങ്കര ഇടുക്കമല്ലേ, ഒറ്റ മുറിക്കകത്ത് ഇടുക്കമാണെങ്കിൽ പരിശുദ്ധാത്മാനോട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഈ മുറി അങ്ങ് വിശാലമാക്കും. If your house is too small, He will expand it. അതിനകത്ത് കാര്യം അത്യന്ത ശക്തിയല്ല നിന്റെ അകത്തിരിക്കുന്ന. നീ കാണുന്ന കണ്ണുകൾ കൊണ്ടല്ല കാണും, നീ അതിനകത്ത് സ്വർഗത്തെ വിളിച്ചിറക്കും. There is exceeding greatness of His power. ഞാൻ എന്റെ വീടിനൊക്കെ സ്വർഗമാക്കി വെച്ചേക്കുക. I have made my home a heaven. ഹല്ലേലൂയ. 130 വർഷമൊന്നും ആരും പറയത്തില്ല. Nobody will say it's 130 years old. ഹല്ലേലൂയ. ഞാൻ സ്വർഗം. കാര്യം those who enter there, they will enjoy the peace, സമാധാനത്തിന്റെ, ദൈവത്തിന്റെ സമാധാനം എന്റെ വീട്ടിനകത്ത് കയറി വരുന്ന ഒരു വ്യക്തിക്കുണ്ടാവും. A person who steps in must enjoy the peace of God. നിങ്ങളുടെ ആ മുറിയുടെ മുമ്പിലോട്ട് എഴുതി വെക്കണം, those who enter this room, they will enjoy God's peace. കർത്താവിന്റെ സമാധാനം അനുഭവിക്കും. You must write in your home, those who enter this home should enjoy peace. നിങ്ങളുടെ വീടിന് 10 മുറി ഉണ്ടായിട്ടും ഒരു സമാധാനമില്ലെങ്കിൽ, you have 10 rooms in your house but no peace, പുതിയ what's വീട് പുതിയ കിച്ചൺ കാണാം, ക്യാബിനറ്റ് എല്ലാം കാണാം, ദൂരം, പക്ഷെ ഒരു സമാധാനമില്ല. new house, new kitchen, no peace. മിറ്റത്തോട്ടും തുപ്പാൻ പോലും പറ്റത്തില്ല, മൊത്തം ടൈൽസ് ഇട്ടേക്കുക മിറ്റം വരെ. The front yard is full of tiles. ഇടയ്ക്ക് പോച്ചയൊന്നും പറിക്കണ്ട, അതുകൊണ്ട് പോച്ച ആർട്ടിഫിഷ്യൽ പോച്ച അങ്ങ് പിടിപ്പിച്ചേക്കുക. Artificial grass in the center. തുപ്പാൻ പോലും ഒക്കത്തില്ല. You can't even spit on that ground. തുപ്പേണ്ടതും കൊണ്ട് നമ്മൾ നടക്കുവോ ഒത്തിരി നേരം എവിടാന്ന് വിചാരിച്ചോണ്ട് വാ നിറച്ചിരിക്കുക, എവിടെ കൊണ്ട് തുപ്പും? തുപ്പാൻ പറ്റത്തില്ല. ഭർത്താവ് തുപ്പിയ ഭാര്യ അന്നേരം എവിടെ തുപ്പുന്നെന്ന് ചോദിക്കും. അച്ഛൻ അത് വാഷ് ബേസിൽ തുപ്പി പരിചയമില്ല. വലിയ വീടായിട്ട് കാര്യമില്ല, അകത്ത് അത്യന്ത ശക്തി, exceeding power in you. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അകത്ത് അത്യന്ത ശക്തി ഉണ്ട്, നിനക്കറിഞ്ഞാൽ നീ കയറുന്ന വീടിനകത്ത് അത്യന്ത ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. If you have exceeding power, it will be spread in your home. എനിക്കെങ്ങനെ മനസ്സിലായെന്നറിയാം ഒരാഴ്ച, ഈ അത്യന്ത ശക്തി ഒന്നും എനിക്കറിയത്തില്ല. ഈ വാക്യം ഞാൻ കുത്തിയിരുന്ന് കാണാൻ പിടിച്ചത് എഫേസ്യർ 1:17-19 വരെയുള്ള വാക്യം കുത്തിയിരുന്ന് കാണാൻ പിടിച്ചു, വായിച്ചിട്ടൊന്നും മനസ്സിലാകത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സഹോദരി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വീട്ടിൽ കയറി വന്നു, ഞങ്ങളുടെ സോഫയിലിരിക്കുക. ഞാനീ സംസാരിച്ചുകൊണ്ടിരിക്കുക, പുള്ളിക്കാരത്തി പറയാ, പാസ്റ്റർ, എന്നെ പാസ്റ്റർ എന്നാന്നോ ബ്രദർ എന്നാന്നോ ബ്രോ എന്നോ പ്രെന്നോ പിസ്സാന്നോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഞാനും ഇരിക്കുന്നത്. അപ്പൊ എന്നോട് പറയുക, ഒരു അത്ഭുത സൗഖ്യം നടന്നെന്ന്. ഞാൻ ചോദിച്ചു എന്തോ പറ്റിയെന്ന്. എന്തോ അസുഖം എനിക്കറിയത്തില്ല. പുള്ളിക്കാരത്തി യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് വന്നതാ. സോഫയിൽ ഇരുന്ന് കേട്ടോണ്ടിരുന്നപ്പം സോഫായിക്കകത്തുനിന്ന് ഒരു അഭിഷേകം പകർന്നു. അവരുടെ യൂറിനറി ഇൻഫെക്ഷൻ സൗഖ്യമായി. അത് പറഞ്ഞപ്പോൾ, ഇത് പറയാൻ നമ്മളെങ്ങനെ അറിയുന്നത്? അവര് പറഞ്ഞു, എനിക്ക് പുകച്ചിലും നീട്ടിലും കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നത് സൗഖ്യമായി. ഞാൻ നിന്റെ വീട്ടിനകത്തെ ഉപകരണങ്ങളുടെ മേലും നിന്റെ അകത്ത് പകരപ്പെട്ട അത്യന്ത ശക്തി വ്യാപരിക്കും. Even on your furniture of your home, this exceeding power will be imparted. ഞാൻ എന്റെ വീടിനെ നോക്കി പ്രാന്താലയം എന്നല്ല പറഞ്ഞു, എന്റെ വീടിനെ നോക്കിയിട്ട് പറയാം, ഹാലലൂയ, അത്യന്ത ശക്തി വ്യാപരിക്കുന്ന സ്ഥലമാണ്. I look at my home and say, place where there is exceeding greatness of ഞാൻ power. സാമ്പത്തികമായ വിഷയത്തിനകത്ത് ഞാൻ ഒത്തിരി വിഷയം, ഞാൻ ആരോടും പറയാനൊന്നും പോയിട്ടില്ല. അത്യന്ത ശക്തി മനസ്സിലാക്കിയതോട് സാമ്പത്തിക വിഷയത്തിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കർത്താവ് ഞങ്ങളെ അത്യന്ത ശക്തി കൊണ്ട് നടത്തി. Whenever I face financial difficulties, I never shared with ഞങ്ങൾ തമ്മിൽ വീട്ടിനകത്ത് സാമ്പത്തിക പ്രശ്നം പറഞ്ഞിട്ട് ഞങ്ങളുടെ മമ്മി നാട്ടിനകത്തിരിക്കുന്നു. മമ്മി അന്തിച്ചിട്ടുണ്ട് ഇവരെങ്ങനെ ജീവിക്കുന്നത്. ഞങ്ങൾ അത്യന്ത ശക്തിയാൽ ജീവിച്ചു. We don't discuss financial matters at home. We live by the exceeding greatness of His power. എന്തോ വാങ്ങിക്കാൻ പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. Whatever my wife says, go buy. ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. She's never asked for the moon, so I never had to buy. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവ ഇല്ല എന്നൊരു വാക്കല്ല പറഞ്ഞത്, ഉള്ളവൻ കൂടെയുണ്ട്. സ്നാനമെന്ന് പറയുന്നത് ഗുരുവിന്റെ പിന്നാലെ പോകാനുള്ളതാണ്. Baptism is following the master. സ്വർഗ്ഗത്തിൽ പോകാനൊന്നും അല്ല. എനിക്കൊരു ഗുരു ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അവനെ മാത്രമേ അനുഗമിക്കത്തുള്ളെന്ന് പരസ്യമായി ജലത്തിൽ പ്രഖ്യാപിക്കുന്നതാണ് സ്നാനം. Publicly declaring that I have one master, I have decided to follow him. 5-6 മാസ്റ്റർ ഉണ്ടെങ്കിൽ പിന്നെ പറ്റത്തില്ല. ഒറ്റ ഗുരുവേ ഉള്ളൂ എനിക്ക്. I have only one master. And I will follow him. I have decided to follow him. ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഞാൻ എന്റെ ഗുരുവിനെ മാത്രമേ പിൻപറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വെള്ളത്തിന്റെ അടിയിൽ എന്നെ ഞാൻ കൊല്ലില്ല.
I have only one master, so I go down into the waters. ഹല്ലേലൂയ. സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സ്നാനത്തിന് വേണ്ടി ആഗ്രഹിക്കണം. ഞാൻ നിർബന്ധിച്ചല്ല പറയുന്നത്. ഈ പാരക്ലീറ്റോസ്, ഈ അത്യന്ത ശക്തി നിന്നിൽ വ്യാപരിക്കാൻ തുടങ്ങണം. This exceeding power should come in you. വ്യാപരിക്കണം. It should come in you. ഞാൻ ആരെയും പറയുന്ന നടക്കത്തില്ല സ്നാനപ്പെടാൻ പറ്റിയൊന്ന്. സ്നാനം എന്ന് പറയും. ഞാനും 2.5 വർഷം സ്നാനപ്പെടാതൊക്കെ നിന്നാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്നാനത്തിന് വേണ്ടി ഒരുക്കി. Holy Spirit prepared me for എന്ന് സ്നാനപ്പെടണം. എത്ര പേര് സ്നാനപ്പെട്ടോളും? At the earliest get the അതിന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു സ്നാനപ്പെടുമ്പോ. Even I didn't know anything when I got back. അതിനെ നിന്നെ ചർച്ചിലാക്കി വെക്കുന്നു, ഒരു പാസ്റ്ററിന്റെ കൂടെ ആക്കി വെക്കുന്നു, ഒരു ഗുരുവിന്റെ കൂടെ ആക്കി വെക്കുന്നു, ഒരു അപ്പന്റെ കൂടെ ആക്കി വെക്കുന്നത്, നടത്തുന്ന ഒരു താടെ കൂടെ വെച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം അപ്പനെ മാറാൻ പറ്റൂ. ചിലരങ്ങനെ അറിയത്തില്ല. ചർച്ച വിട്ട് ചുമ്മാ തുഴിയെല്ലാം നടക്കുക, വട്ടം കറങ്ങി വാണ്ടറിങ്, വട്ടം കറങ്ങി നടക്കുക, രക്ഷപ്പെടത്തില്ല. അടുത്തിരിക്കുന്ന ആളോട് വട്ടം കറങ്ങി രക്ഷപ്പെടത്തില്ല. ഒന്ന് കൈ കൊടുത്തേച്ച് പറഞ്ഞു, കൈ കൊടുത്തു. വട്ടം കറങ്ങി നീ രക്ഷപ്പെടത്തേ ഇല്ല. അങ്ങനെ രക്ഷപ്പെടാന് 2 ദിവസം ഒരിടത്തിരിക്കും, അടുത്ത ദിവസം തോന്നുന്നു അത് ഇഷ്ടപ്പെട്ടില്ല. അവിടുത്തെ ആ ലൈറ്റ് പാസ്റ്ററിന്റെ മുഖത്തോട്ട് വന്ന് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പോവാ. എന്റെ തീരുമാനങ്ങള് അങ്ങനെയൊന്നല്ല. ഒരു വീടാകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണും. നിങ്ങളുടെ വീട്ടിലൊന്നും പ്രശ്നമില്ലേ? ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? രാജാനെ മൊത്തം ഇഷ്ടപ്പെട്ടിട്ടാണ് അവിടെ താമസിക്കുന്നത്. വർഷം ഇത്രയുമായിട്ടും എന്തിയാ മോനെന്തിയാ മൂത്തവന്? അവളോട് ചോദില്ല, നീ തന്നെ ഭർത്താവ് അവിടെ പണി, അവന്റെ പണി ഞാനിന്ന് തീർക്കും. പണിക്കാർ ഞായറാഴ്ച യൂസ് ചെയ്യാൻ ഊരും കേട്ടോ വീടിന്റെ. ഇഷ്ടപ്പെട്ടിട്ടാണോ ജീവിക്കുന്നത്? അല്ല അല്ലേ? സഹിച്ചാന്നോ ജീവിക്കുന്നത്? പണ്ടൊക്കെ സഹിക്കുമായിരുന്നു. ഇപ്പം കാല് തട്ടിയപ്പം പറഞ്ഞു കാലാന്ന് വിളിച്ചത്. അങ്ങോട്ട് വിളിച്ചതല്ല, സ്വന്തമായിട്ട് കാലാ. രാഴ്ച കേട്ടോണ്ടേ എന്നെയാന്നോ വിളിക്കുന്നതെന്ന്. എന്ന് കൈയെടുത്ത് ചോറ് സത്യമായിട്ട് പറ, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അല്ല, ഉള്ള കാര്യം പറയുമ്പോ കള്ളിക്ക് എന്നാ തുള്ളല്. ആരും തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. ഒന്ന് ദൈവസ്നേഹം എന്ന് പറഞ്ഞ സാധനമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കർത്താവ് എന്നെ ആക്കിയെടുത്ത് ഞാൻ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടാണ് നമുക്ക് പുതിയതുണ്ടാകുന്നത്. സ്തോത്രം. ഒരു ഫ്രീഡത്തോട് കൂടി ഇരിക്കണം, സ്വാതന്ത്ര്യത്തോടെ. മനസ്സിന്റെ ഇടുക്കം കൊണ്ടിരുന്ന ഒന്നും ശരിയാകത്തില്ല. എപ്പോഴും ഇവിടുന്ന് ബോംബെന്ന് വന്നതിനേക്കാളും സ്പീഡിൽ പോകേണ്ടതല്ലേ? എന്നെ എല്ലാം ഇഷ്ടപ്പെട്ടാന്നോ? അത് കണ്ട ശിഷ്യത്വം പഠിച്ചതിന്റെ ഗുണം അത്. ഉയ്യോ, രണ്ടാമനാകിയെന്ന് പറഞ്ഞോണ്ടല്ലോ ഇതുപോലൊരു പ്രശ്നമില്ല. ഒന്നാമൻ പറയുന്നതെല്ലാം കേൾക്കണം. രണ്ടാമനാകണമെങ്കിൽ വലിയ പാടാ. അതാ ശിഷ്യത്വം. നീ സ്നാനപ്പെടുന്ന അതിനു വേണ്ടിയാ. You take baptism to be a disciple. ശിഷ്യനാകണം. എനിക്ക് ശിഷ്യനാണ്. എങ്ങനെങ്കിലും ഗുരു I want to be a disciple. യേശു ഗുരുവാന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്. യേശു പറയും, ഞാനൊരു ഗുരുവിന്റെ കീഴിലാക്കും നിന്നെ. ഒരു പാസ്റ്ററിന്റെ കീഴിലാക്കും, ഒരു ഇടയന്റെ കീഴിലാക്കും, ഒരു അപ്പന്റെ കീഴിലാക്കും. എന്തിനാണെന്നറിയോ? നീ വളർന്നു വരണം. So that you will grow and mature. മേളോട്ട് നോക്കിയിരുന്ന ഈ കാര്യം നടക്കൂ ഇല്ല. നിന്നെ പഠിപ്പിക്കും, നിന്നെ വളർത്തിയെടുക്കും. വളരണം, ആരോഗ്യം പ്രാപിക്കണം. That's why we need the Holy Spirit. How did the Father glorify his Son? അവന്റെ മകനെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നത്? How did the Father glorify the Son? എങ്ങനെയാണ് പുത്രൻ എങ്ങനെയാണ് മഹത്വപ്പെടുന്നത്? പിതാവ് എങ്ങനെയാണ് പുത്രനെ മഹത്വപ്പെടുത്തുന്നത്? ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 5 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. 5 തൊട്ട് 11 വരെ വേഗത്തിൽ വായിച്ചു കൊടുക്കുക. ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്തോ വേണം? ഒന്നാമത്തെ കാര്യം എന്തോ വേണം? ഒന്ന് മനസ്സിലാക്കി. ക്രിസ്തേശുവിലുള്ള ഭാവം. ശിഷ്യന്മാരെ എല്ലാം കളഞ്ഞിരുന്ന എന്തോ ചെയ്തേനെ? ഓരോ ദിവസം പത്രോസ് കൊള്ളത്തില്ല, അടുത്ത ആളെ എടുക്കാം. നമുക്ക് പറ്റുമോ? അതാ തെരഞ്ഞെടുപ്പം വിളി എന്ന് പറയുന്നത്. ക്രിസ്തേശുവിലുള്ള ഭാവം. അയ്യോ, ഭയങ്കര മണ്ടത്തരമായി. ഇപ്പം മറിയയുടെ വയറ്റിൽ ജനിച്ചത് അമ്മ കൊള്ളത്തില്ല, വേറൊരു അമ്മ ഏലിയാമ്മയുടെ വയറ്റിൽ ജനിക്കാന്ന് പറയാൻ പറ്റുമോ? ക്രിസ്തേശുവിലുള്ള ഭാവം ഉണ്ടായിരിക്കണം. പിന്നെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം. നമ്മളൊക്കെ ഓരോരുത്തർ പിടിച്ചങ്ങ് ഇരിക്കുക. ഞാൻ അങ്ങനാണ് ഇങ്ങനാണെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കാതെ എന്തോ ചെയ്യണം? താഴണം. ഞാൻ വലിയ പുള്ളിയാ, ഇന്ന വീട്ടിലാന്ന് പറഞ്ഞിരുന്ന കാര്യം നടക്കുമോ? താഴണം. ഞാൻ അമേരിക്കയിലെ പാസ്റ്ററിന്റെ മെസ്സേജ് മാത്രമേ കേൾക്കത്തുള്ളൂ പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കുക. താഴോട്ട് വാ. Come down and humble yourself. ഞാൻ അഷ്പുഷ് മാത്രമേ കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിന്നെ നാട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത് പുഷ്പുഷൂടെ കേൾക്കാന് അല്ലേ? ആഷ് പുഷ് അല്ല, താഴണം അല്ലേ?
ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോട് പിടിച്ചുകൊണ്ടിരുന്നില്ല. അങ്ങനെ പിടിക്കാതെ എന്തോ ചെയ്തു? വായിച്ചു. മനുഷ്യ സാദൃശ്യത്തിലായി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ എന്ത് ചെയ്തു? ദൈവം അവനെ അനുസരണം കാണിച്ചപ്പോ ദൈവം അവനെ ഉയർത്തി. അനുസരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നീ അനുസരിച്ച നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കും, നീ അതും പിടിച്ചോണ്ടിരിക്കരുത്. നീ അനുസരിച്ചാൽ ദൈവം നിന്നെ ഉയർത്തും. If you obey, God will lift you. Hallelujah. Hallelujah. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഗ്ലോറി വെളിപ്പെടണമേ, മഹത്വം പെടണം. ഈ അൺവെയിലിംഗ് ഗ്ലോറി മറന്നീക്കിയത് വെളിപ്പെടണമെങ്കിൽ നിനക്ക് വിധേയത്വവും അനുസരണവും ആവശ്യമാണ്. If you want unveiling glory to be revealed, you need to submit and you need to obey. അപ്പന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാത്ത ഒരുത്തനും ഗുണം പിടിക്കത്തില്ല. If you can't make your father's heart joyful, you will never come up in life. ഒനേസിമോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് തിമോത്തിയോസിനെ പറഞ്ഞ അവൻ he refreshed his father's heart. തിമോത്തിയോസിനെ കുറിച്ച് ഒനേസിമോസിനെ പറഞ്ഞ പൗലോസിന്റെ ഹൃദയം തണുപ്പിച്ചവരാണ്. refreshed. Onesimus and Timothy refreshed the hearts of Paulos. എതിർക്കാനല്ലേ പോയി, ആ പറഞ്ഞതും കേട്ടു. നിങ്ങൾ കേട്ടോണം, അന്ന് പൗലോസ് ഒന്നുമില്ല ഒരു ശുശ്രൂഷയും ഇല്ലാത്ത കാലമാണ്. That was a time when Paulos pastor was nothing, nobody, no ministry. പക്ഷേ ഈ മുണ്ടുടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കണ്ട് അപ്പന്റെ ഹൃദയം ഇളകിയിട്ട് അപ്പൻ ഇങ്ങോട്ട് വന്നേച്ച് കൈവച്ച് അനുഗ്രഹിച്ചൊക്കെ പ്രാർത്ഥിച്ചു. So when he saw his spiritual son obeying, he just lifted his hands and blessed him. ആ അനുഗ്രഹമാണ് ആ കണ്ടത് മുഴുവനും. രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായ മുഴുവൻ മാറ്റങ്ങൾ. And that blessing of the Father caused a great revival in a place called Rameshwaram. So ഞാൻ പറയുന്നത് submission and obedience. ആമേൻ. നിന്നെ വിധേയപ്പെടുത്തി നീ അനുസരണമുള്ള വ്യക്തിയായി ഇരുന്നു കഴിഞ്ഞാൽ നീ വർദ്ധിച്ചു വരും. If you are obedient and have submission, you will increase. For your answer to be, amen, your prayer to be answered, you need to have obedience and submission. If you want your prayers to be answered, you must be obedient and submitted. യേശു സബ്മിറ്റ് ചെയ്തു. നമ്മൾ യേശു തന്നെ താഴ്ത്തി യേശു സബ്മിറ്റ് ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ എല്ലാ നാമത്തിലും മേലായ നാമമായി ഉയർത്തി. And because Jesus submitted, God highly exalted him and gave him a name above every other name. എന്നെ രാവിലെ വിളിച്ചു പറയും വരണമെന്നുണ്ടായിരുന്നു, വരാൻ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ വരണം, കാര്യം വിളിച്ചതുകൊണ്ട് നിങ്ങൾ വന്നേ ഒക്കത്തുള്ളൂ ആരാധനയ്ക്ക്. If you call me and say, Pastor, I cannot come, I would ബാക്കിയെല്ലാം keep away everything else. മാറ്റിവെച്ചിട്ട് നീ വന്നാൽ നീ നിന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കുന്നത്. If you keep things away and you come, you are opening doors of your blessing. You are making time. നീ സമയം ഉണ്ടാക്കി വരിക. You are rescheduling, you are rearranging all your programs. You are rescheduling and rearranging your priorities. അറിയാമോ, എന്നോട് പറഞ്ഞു വരണമെന്ന് പറഞ്ഞു. അതിനകത്ത് നിന്റെ അനുസരണക്കത്ത് നന്മകളുടെ വാതിലുകൾ തുറന്നു വരും. In your blessing, doors of your blessing will open. Being a pastor, ഞാൻ ഇത്രയും വർഷത്തെ എന്റെ പരിചയത്തിനകത്തോടെ പലരും അവരുടെ വാതിലുകളെ അവരവർ തന്നെ അടയ്ക്കുക. I have seen so many people closing their own doors. അവരവിടെ തന്നെ സ്റ്റക്കായി നിന്ന് പോകും. They are stuck in the place. Father's blessing, അപ്പന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ ഭയങ്കര ശക്തിയുള്ള. Because Father's blessing is powerful. അതുകൊണ്ട് യേശു താഴ്വരയിൽ പോയപ്പോൾ ഏറ്റവും താഴ്ന്നു പോയപ്പോൾ അപ്പനാണ് ചെയ്തത് എന്തുവാ? തന്റെ ദിവ്യാത്മാവിനെ അയച്ചു. That's why even Jesus was in the valley, he sent his Holy Spirit to resurrect him. Hallelujah. ബാക്കി എല്ലാ നാമവും യേശു എന്ന നാമത്തിന്റെ കീഴിൽ വന്നു. എല്ലാ നാമവും യേശു എന്ന നാമത്തിന്റെ കീഴിൽ വന്നു. Every other name came under the name of Jesus. മനോജല്ലേ പറഞ്ഞ അലർജി എന്ന് പറഞ്ഞില്ലേ? അലർജി ഈസ് എ നെയിം. അലർജി എന്ന് പറഞ്ഞ ഒരു പേരാണെങ്കിൽ അനുസരണക്കേട് ഒരു പേരാണ്. അതെല്ലാം ഏതിന്റെ കീഴിൽ വരണം? യേശു എന്ന നാമത്തിന്റെ കീഴിൽ വരണം. Allergy and disobedience, everything must come under the name of Jesus. നിനക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളെ ആ പേരുകളെല്ലാം യേശു എന്ന നാമത്തിന്റെ കീഴിലോട്ട് കൊണ്ടുവന്നേച്ച് പറയണം. എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശു എന്ന നാമം. ഞാനത് വിശ്വസിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഞാൻ എന്നെ തന്നെ കഴുകുന്നു. Whatever difficulties you have, bring them all under the name of Jesus. Every day, amen. ഞാൻ എല്ലാ ദിവസവും രാവിലെ തല തൊട്ട് പാദം വരെ യേശുവിന്റെ രക്തത്താലും കഴുകും. Head to toe, every day I wash myself in the blood of Jesus. അവൻ പല്ലുകളെയും മോണകളെയും എല്ലുകളെയും എല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകും. My teeth, my gums, bones should be washed in the blood. കഴുകി ഇങ്ങനെ ഓർഡർ ചെയ്തിരിക്കുന്നത്. That's why my teeth are in order.
വീട്ടിൽ പോയി കണ്ണാടിക്കകത്ത് നോക്കണം എങ്ങനെ ഇരിക്കുന്നെന്ന്. Look കഴുകണം, at your teeth. പല്ലുകളെ കഴുകണം, മോണകളെ കഴുകണം, എല്ലുകളെ കഴുകണം. അല്ലെ ഓണേന്നിരിക്കും കുറച്ച് കഴിയുമ്പോൾ. Wash your teeth, wash your gums, wash your bones in the എല്ലാ blood of കോശങ്ങളെയും Jesus. യേശുവിന്റെ കോശങ്ങളെല്ലാം, every tissues and cells cleansed with the power of Jesus blood. Every cell and tissue should be washed in the blood of Jesus. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിലോട്ട് യേശുവിന്റെ രക്തം ഇവന്റെ ശിരസ്സോട്ട് അവന് പറയാൻ അറിയത്തില്ലോ, ശിരസ്സോട്ട് പാദം വരെ യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ കഴുകുക. Head to toe, wash your children in the blood of Jesus. ഉറക്കം വരുന്നുണ്ടെങ്കിൽ കണ്ണുകളെ യേശുവിന്റെ രക്തത്തിൽ കഴുകണം. Wash your eyes in the blood of Jesus. എഴുന്നേറ്റ് പോയി മുഖം കഴുകിയിട്ട് വരാതെ ഉറക്കം വരുന്നു. മുഖം കഴുകാൻ പോയാൽ നീ ഉണ്ടല്ലോ പിന്നെ ഉറങ്ങും. Don't go on to wash your യേശുവിന്റെ രക്തം face. കൊണ്ട് നിന്റെ കണ്ണുകളെ കഴുകിക്ക്. എനിക്കൊന്നും മനസ്സിലായി, എത്ര കേട്ടാലും എനിക്ക് മനസ്സിലാകത്തില്ല. പറയാം, നിന്റെ കാതുകളെ യേശുവിന്റെ രക്തത്താൽ കഴുകിക്ക്. If you don't understand what നിന്റെ it means, കേൾവികളെ യേശുവിന്റെ രക്തത്താൽ കഴുകിക്ക്. നിന്റെ ബുദ്ധിയെ യേശുവിന്റെ രക്തത്താൽ കഴുകിക്ക്. നിന്റെ സംസാരം, നീ സംസാരിച്ചാൽ തന്നെ എല്ലാവർക്കും ഇറിറ്റേഷൻ ആണെങ്കിൽ നിന്റെ സംസാരത്തെ യേശുവിന്റെ രക്തത്താൽ കഴുകണം. wash your words and your speech You in the need to be blood a of counselor. Jesus. നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആൾക്കാർ നിന്നെ ശ്രദ്ധിക്കണം. നിന്റെ സംസാരം യേശുവിന്റെ രക്തത്താൽ കഴുകണം. നിന്റെ വാക്കുകൾ യേശുവിന്റെ രക്തത്താൽ Wash കഴുകണം. your words in the blood of Jesus. പലർക്കും മുഖത്തോട്ട് നോക്കാൻ പ്രയാസമാണ്. ഞാൻ എഴുന്നേറ്റുന്നില്ല, എല്ലാവരും എന്റെ മുഖത്തൊക്കെ നോക്കും. People are, എന്നറിയോ, എന്റെ മുഖം യേശുവിന്റെ രക്തത്താൽ കഴുകിയതാ. because ഞാനല്ലല്ലോ നിൽക്കുന്നത്. my face is washed in the blood of Jesus. ഹല്ലേലൂയ. എന്നോട് കള്ളത്തരം കാണിച്ചവരോ കുനിഞ്ഞിരിക്കും. എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നു അറിയാം, ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകി പ്രാർത്ഥിക്കും. I wash myself in the blood of Jesus and pray. ഹല്ലേലൂയ. ഇപ്പൊ പത്തനാപുരത്തുനിന്നല്ല ഈ പിള്ളേർ ഇത്രയും വെട്ടി വരുമോ? യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആകർഷണമാണ്. Because I have washed myself in the blood of നീ Jesus, ഒന്ന് എഴുന്നേറ്റ് നിന്ന് I am attracted. എക്സാമ്പിൾ എഴുന്നേറ്റ് നിന്നേ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് നിന്റെ തലയിൽ മുടി ഒന്ന് മാറ്റിക്കുക, ഒരു മുഖം കാണാൻ വേണ്ടി. ചെറുതായിട്ട് കണ്ടോ, ഇവളൊന്നാമത്തെ ദിവസം ഇവിടെ വന്നേച്ച് പറഞ്ഞു ഞാൻ സാത്താന്യ ആരാധനക്കാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ പലർക്കും തോന്നും കേട്ടോ, പലർക്കും എന്നെ കാണുമ്പോൾ അതും ഇതൊക്കെ തോന്നും. അതൊക്കെ നിങ്ങളുടെ ചിന്തയ്ക്കകത്തുള്ള കുഴപ്പമാണ്. കാര്യം കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ടിരുന്നോണ്ട് ഞാൻ ബേൽസബൂബിന്റെ ആളെന്ന് അവൾ വിചാരിച്ചു. അവൾ ഒന്നാന്തരം പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ആ കയ്യടീച്ച് പൊട്ടിച്ചോണ്ടിരുന്ന ആളാ. ഒന്നാ എന്തോ പറ്റിയത്, ചുമന്ന പാൻറ്റും കറുത്ത ഷർട്ടും ആയിരുന്നു. അമ്മമ്മ അത് ഓർത്തിരിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. ചുമന്ന പാൻറ്റും കറുത്ത ഷർട്ടും കണ്ട എന്നെ എന്തോ തോന്നുന്നത്, ബേൽസബൂബിന്റെ ആള്, അപ്പല്ലോൻ, അബദോൻ എന്നൊക്കെ അവള് പേരിട്ടു. എന്നിട്ട് അച്ചാച്ചനോട് പറഞ്ഞു, അബദ്ധത്തിലാ വന്നത്, ഇത് അബദ്ധോനാന്ന് പറഞ്ഞു. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മെസ്സേജ് എല്ലാം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒരു ചെറിയ ഒരു ഇതെന്തോ അതല്ല അപ്പല്ലോനല്ല, ഇത് അപ്പനാന്ന് മനസ്സിലായി. നീ എന്തോ എന്നെ വിളിക്കുന്നത് ആട്ടോ? അതിന് മുമ്പേ വിളിച്ച അപ്പല്ലോന്നാ, ഇപ്പൊ അപ്പാന്നാ വിളിക്കുന്നത്. അടുത്ത ആഴ്ച നിങ്ങൾ കേട്ടോണേ, അടുത്ത ആഴ്ച ഞാൻ വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ടുണ്ടാവുന്നത്. അവള് ചർച്ച കഴിഞ്ഞാൽ ഓടി വന്ന് എന്നോട് പറയാം, പപ്പാ ഇടരുത്, അത് തന്നെ ഇട്ടാ മതി. ഞാൻ പറഞ്ഞ നനയ്ക്കാനിട്ടിരിക്കുക, അത് തന്നെ എടുത്തിടാൻ പറ്റുമോ? ഒരു സ്വത്രമൊക്കെ പറഞ്ഞേ, അത്യന്ത ശക്തിയാണ് ഇമ്പോർട്ടൻറ്റ്. നിന്റെ അകത്തിരിക്കുന്ന ശക്തിയാൽ നിനക്ക് എല്ലാ ഹൃദയങ്ങളെയും തൊടാൻ പറ്റും. Exceeding greatness of the power that is in you, you will see. Submission and obedience. കീഴ്പ്പെടുകയും അനുസരിക്കുകയും ചെയ്യുന്നത് നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. Because of submission and obedience. ഉമ്മയിരുന്ന് പ്രാർത്ഥിക്കുക, ഒരു കീഴ്പ്പെടുത്തില്ല, ആർക്കും കീഴ്പ്പെടുത്തില്ല. ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞ്, ഞാനാണ് ഈ ഉലകം ചമച്ചെന്ന് പറഞ്ഞ എല്ലാവരും ഇരിക്കുന്നത്. ഇത് മൊത്തം ഉണ്ട്. കുണ്ടികുലുക്കി പക്ഷിയുടെ കാര്യം പറഞ്ഞില്ല. കുണ്ടികുലുക്കി പക്ഷി ഇങ്ങനെ കുലുങ്ങുമ്പോൾ പുള്ളിയുടെ വിചാരം ഈ ഭൂമി മുഴുവനും കുലുങ്ങുന്നത് പുള്ളിയുടെ കുലുക്കത്തിലാണ്. ചിലരങ്ങനെ ആയിരിക്കും. ഒരു സ്വോത്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വോത്രം പറഞ്ഞുകൊണ്ടാണ് ദൈവം തന്നെ ഇപ്പം പ്രവർത്തിച്ച അവരുടെ വിചാരം. ഹല്ലേലൂയ. സബ്മിഷൻ, അനുസരണം, ഇതൊക്കെ വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഭാര്യ കുടുംബത്തിൽ ഭർത്താവിന് സബ്മിറ്റ് ചെയ്താൽ ആ കുടുംബത്തിനകത്ത് മഹത്വം വെളിപ്പെടും. If wife submits to the husband, മനസ്സിലാകുന്നുണ്ടോ? glory will be revealed in the house. മനസ്സിലാകുന്നുണ്ടോ? ഭാര്യമാർ ഭർത്താവിന് കീഴ്പ്പെട്ടാൽ ആ കുടുംബത്തിനകത്ത് മഹത്വം വെളിപ്പെടും. എല്ലാത്തും ഇപ്പൊ എടാന്നൊക്കെയാ വിളിക്കുന്നത്. If wife submits to ഇന്നലെ the എന്നെ husband, ഒരു മോള് വിളിച്ച് സംസാരിക്കുക, അവനോട് പറഞ്ഞിട്ട് കാര്യം. ഞാൻ അവനോ എവനോ അവൻ. ഞാൻ പറഞ്ഞു, നീ എന്റെ കണ്ണും വെട്ടിക്കൊന്നും വന്ന് നിന്ന കാര്യമായിപ്പോ, അല്ലാതെ എന്റെ കയ്യിൽ നിന്ന് ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ആരോടാ? അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് അച്ചാച്ചാന്ന് വിളിച്ചോണം. അച്ചാച്ചാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആച്ച് എന്ന് വിളിച്ചാൽ മതി. അത് ഈ മോള് പഠിപ്പിക്കും. ആച്ച്. അപ്പം തുമ്മിയതാന്ന് വിചാരിച്ചോളൂ. ആച്ച്. ആദ്യം ആ വലിയ നാണംകിടങ്ങ് മാറും. ആച്ച്. ഭാര്യമാരെന്ത് ചെയ്യണം? ഭർത്താക്കന്മാർക്ക്
തലേ കയറല്ലെന്ന് അതിന്റെ അർത്ഥം. That means don't climb on their head. സഭ വരുന്നവരും പാസ്റ്റർ പറയുന്ന വാക്കുകൾ കേൾക്കണം, Listen ശ്രദ്ധിക്കണം. to the words of the pastor. കാര്യം സഭയ്ക്കകത്ത് പാസ്റ്ററിന്റെ വാക്കുകൾക്ക് വിധേയപ്പെട്ടാൽ സഭയ്ക്കകത്ത് മഹത്വം വെളിപ്പെടും. If you submit to the words of the pastor, glory will be revealed in the house. നമ്മൾ യുണൈറ്റ് ചെയ്ത് നിന്നാൽ സഭയ്ക്കകത്ത് അത്ഭുതകരമായിരിക്കുന്ന ചലനങ്ങൾ If സംഭവിക്കും. you are united, miracles will happen in the church. ഹല്ലേലൂയ. വിധേയപ്പെടണമെന്ന്. നിങ്ങളുടെ സീസൺ മാറുവാൻ, ദൈവം നിങ്ങളെ ഉയർത്തുവാൻ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ വിധേയപ്പെടണം. For your season to change, for God to glorify you, you must submit. Pride and envy and pride, envy, അഹന്തയും അസൂയയാലും ഏതെങ്കിലും ജീവിത കാര്യങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. If you are in envy and pride, Holy Spirit can't do anything. നിങ്ങളുടെ അകത്ത് അഹന്തയും അസൂയയുമാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? If you have pride and jealousy, Holy Spirit can't work. In any area of your life, when it control yourself through your pride and envy, എന്ത് ചെയ്യാൻ പറ്റും? പരിശുദ്ധാത്മാവ് what the Holy Spirit will do? Holy Spirit can't do anything if any area of your life is controlled. ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടങ്ങളിൽ നിങ്ങൾ അഹന്ത ഉപയോഗിച്ചാൽ പരിശുദ്ധാത്മാവിനും ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം പരിശുദ്ധാത്മാവ് അഹന്തയുടെ Holy Spirit ആത്മാവല്ല. can't do anything if any of your area is controlled by envy. അതാണ് യേശുവിന്റെ ആ പ്രാർത്ഥനാ ജീവിതം നിങ്ങൾ നോക്കാൻ പറഞ്ഞത്. That's why look at the prayer life of Jesus. യേശു പ്രാർത്ഥിക്കുന്ന യോഹന്നാൻ 17:1 കണ്ടില്ലേ? പിതാവേ, പുത്രനെ മഹത്വപ്പെടുത്തണമേ, പുത്രനെ മഹത്വപ്പെടുത്തണമേ. That's why Jesus prays, Father, glorify thy Son. ഞാൻ അങ്ങയുടെ നാമത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ, that I may be glorified. എന്ന് വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, അങ്ങയുടെ നാമത്തിന് യശസ്സ് ഉണ്ടാകാൻ, അതിന് മഹത്വം ഉണ്ടാകുവാൻ, that your name be glorified. Bless me. Hallelujah. Hallelujah. മറ്റൊരു ഈ പ്രാർത്ഥനയിലെ മറ്റൊരു പ്രധാനമായ കാര്യം ശ്രദ്ധിക്കാം. 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 17:4. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം. നീ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ തികച്ചിരിക്കുന്നു. I have glorified you on the earth and I have ഞാൻ finished നിന്നെ the ഭൂമിയിൽ work. എങ്ങനെ മഹത്വപ്പെടുത്തുന്നത്? നീ എന്നെ ഏൽപ്പിച്ച ആ മിഷൻ മുഴുവനും ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. I have finished the work which you have given to me, and that's how you glorify the Father on the earth. നിവർത്തിക്കുക എന്ന് പറഞ്ഞല്ലോ, I have finished. എനിക്ക് വെച്ചിട്ടില്ല ബാക്കി. That means I have not left anything. I have finished. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സ്ക്യൂസ് പറയും. We give excuses. കർത്താവേ, നീ പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇന്നലെ പറഞ്ഞല്ലേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നും മറ്റൊക്കെ നമ്മൾ എക്സ്ക്യൂസ്. പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുമ്പം നമുക്കില്ല, ചെയ്തു എന്ന് പറയാൻ പറ്റുന്നില്ല. We are not able to say we finished. We keep giving excuses. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയും തമ്മിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട്. There's a huge difference between. കർത്താവിന്റെ പ്രാർത്ഥനയ്ക്കകത്തെല്ലാം പിതാവ് ഏൽപ്പിച്ചതെല്ലാം പൂർത്തീകരിച്ചെന്നാണ് പ്രാർത്ഥനയെങ്കിൽ, in the Lord's prayer he talks about finishing the work. നമ്മൾ ഇതെല്ലാം കേട്ടാലും നമ്മൾ കർത്താവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഇല്ലായ്മയെ കുറിച്ചും ചില കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെന്നും നീ എന്താ അത് ചെയ്യാത്തതും ഒക്കെ ചോദിക്കുക. കർത്താവ്, ഇന്നും നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലയോ? എന്റെ കാലിന്റെ അവസ്ഥ നീ ഇന്നും മാറ്റിയില്ലയോ? നമ്മൾ ചോദിക്കുന്നു. We keep complaining to God. We keep talking about things that didn't happen. That's how our prayer is. നമുക്ക് എപ്പോഴാ കർത്താവേ നീ പറഞ്ഞത് ഞാൻ തികച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നത്? When can we say I have finished the work? അതാ ധൈര്യം എന്ന് പറയുന്നത്. That is a boldness. അപ്പൊ നമുക്ക് പറയാൻ കഴിയാം, ബന്ധം അത്യന്ത ശക്തി മൺകൂടാരത്തിനകത്ത് വന്നിട്ട് ആ പാരക്ലീറ്റോസുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മുടെ പല കാര്യങ്ങളും നടക്കാത്തത്. Because we don't have a relationship with the Paracletos, many things in our life are stuck. ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള കാര്യത്തിനാണ് നമ്മുടെ ഫോക്കസ്. ദൈവം എന്തോ ചെയ്തു? ഇന്നത്തെ ദിവസം ഞാൻ വലിയ ആഗ്രഹത്തില്ല മെസ്സേജ് കേൾക്കാൻ വന്നത്. ഇതൊന്നും അല്ലല്ലോ ഞാൻ കേൾക്കാൻ വന്നത്. ഇതാ കേൾപ്പിക്കാൻ നിന്നെ കൊണ്ടുവന്നത്. നമ്മൾ വേറൊരു സാധനം വെച്ചോണ്ടിരിക്കുകയാണ്. അത് കേൾക്കാനാ ഞാൻ വന്നത്. അത് കേൾക്കാനല്ല, ഇത് കേൾക്കാനാ ദൈവം നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. We always think about what God has done for us, what God wants. We say that I didn't hear anything from today's message, but God has made you hear this message today. യേശു പറയുന്നത് കേട്ടില്ലേ? യേശു പിതാവ് പറയുന്നതെല്ലാം കേൾക്കുവാങ്ങിരുന്നു. Jesus hears everything what the Father says. കോൺഷ്യൻസ് മൈൻഡിൽ ദൈവം പറഞ്ഞത് ഞാൻ ചെയ്തു എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ കോൺഷ്യൻസിനകത്ത്, നമ്മുടെ ബോധ മനസ്സിനകത്ത് ദൈവം എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ ചെയ്തിരിക്കുന്നു. In your conscious mind, you should have the understanding, I have done what God has asked me to do. കർത്താവ് മനോജിനെ ഇവിടെ കൊണ്ടുവന്നു. The Lord has brought Brother Manoj here.
രാജു പാസ്റ്റർ ഒരു മുഖാന്തരമായിരിക്കും, ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കാം, മധു പാസ്റ്റർ അതിനകത്തൊരു ഉപകരണമായിരിക്കും, ഞാനൊരു ഉപകരണമായിരിക്കും. പക്ഷെ കർത്താവിന്റെ ആത്മാവ് എവിടെ കൊണ്ടുവന്നേക്കുന്നു? 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കുമോ ഞാൻ വിചാരിച്ചത്, നീ വിചാരിച്ചതിന്റെ അത്രയല്ല വരേണ്ടത്. കർത്താവ് വിചാരിച്ച പോലെ ഇരുന്നാൽ വളർന്നു വരും. If you grow, be how God wants you to be, you will grow. ഞാൻ അടുത്ത ആഴ്ച ചിലപ്പോൾ നീല ഷർട്ടായിരിക്കും ഇടുന്നത്. Next week I may wear blue shirt. ഞാൻ പല കളറിലിടും, കുപ്പായൊക്കെ ഇടും. ഞാൻ I may wear a അവിടെ ഇരുന്നോണ്ട് എന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഇത് ഒരു അച്ചടക്കമില്ലാത്ത പുള്ളി ഓരോ ദിവസം ഓരോ നിറം ഇടുന്നു, ചുമന്ന പാന്റ് ഇടുന്നു, വെള്ള പാന്റ് ഇടുന്നു, കറുത്ത പാന്റ് ഇടുന്നു. ഈ വരുന്നവർക്ക് അങ്ങനെ ചിന്ത ഏതാ? അങ്ങനല്ല ചിന്തിക്കണ്ടേ. ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് എന്താ നൽകി തരുന്നത്? Don't sit there and judge me. Instead, focus on what the Holy Spirit is giving you. നീ അങ്ങ് തിളങ്ങുന്നിരുന്നു, അതിന് നിങ്ങൾക്ക് എന്നാ കുഴപ്പം? ഞാൻ തിളങ്ങട്ടെന്നേ. Pastor is shining, so what is your ഞാൻ problem? പറയുന്ന വാക്കുകൾ നിങ്ങളുടെ അകത്ത് തിളങ്ങുന്നുണ്ടോ? Are the words I'm speaking bringing in you? നമ്മൾ അതിന് പകരം ബാഹ്യമായ കാര്യത്തിന്റെ തിളക്കം കണ്ടുകൊണ്ടിരിക്കാതെ നിന്റെ അകത്തേക്ക് അത്യന്ത ശക്തിയുടെ തിളക്കം വരുന്നുണ്ടെങ്കിൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. Instead of looking at external things, if the words are going inside you, there will be change in you. ഒരാളുടെ പ്രശ്നം എന്താ പറയുക, എന്നോട് വന്നിട്ട് പറയാ, പാസ്റ്റർ എന്താ വലത്തെ കൈ വാച്ച് കിട്ടും, ഇടത്തെ കൈ എന്നെ കേട്ടത്? പുള്ളിക്ക് അത് വലിയ പ്രശ്നമാണ്. ഞാൻ സൗകര്യമുണ്ട്, കാലേ കിട്ടും, എന്ത് വേണം, കുഴപ്പമില്ല. വലത്തെ കൈ വലത്തെ കൈ ഞാൻ കിട്ടും, കഴുത്താലും ഞാൻ കിട്ടിയില്ല, കയ്യല്ലല്ലേ കിട്ടിയേക്കുന്നത്. പാസ്റ്ററിന്റെ വലത്തെ കൈ കഴുത്ത് കിട്ടും, ഈ വാച്ച് കിട്ടും, വലിയ ബുദ്ധിമുട്ടാണ്, അത് സഹിക്കാൻ വയ്യ. പെണ്ണുങ്ങളല്ലേ കിട്ടുന്നത്, നീ എന്നെ പെണ്ണായിട്ടും കണ്ടാ മതി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, വലിയ വലിയ ആൾക്കാർ വലത്തെ കൈയിലെ വാച്ച് കിട്ടും. Big shots wear on their left hand. ഇടത്തെ കൈയെ കിട്ടിയവരാരും മോശക്കാരാന്ന് പറയാനല്ല ഞാൻ ശ്രമിച്ചത്. വലിയ ആൾക്കാരെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു, വലത്തെ കൈയില ഒരു വാച്ച് കിട്ടുന്നു. ഞാൻ വലിയൊരാളാ. I am a big person. ഹല്ലേലൂയ. ആരും ആമേനൊന്നും പറയത്തില്ല. Praise God. Hallelujah. നമ്മുടെ ഫോക്കസ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ഫോക്കസ് മാറി ദൈവത്തിന്റെ ആത്മാവാ കൊണ്ടുവന്നെങ്കിൽ. ജീമോളെ, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കണ്ടോ? ആ കൊച്ചു കണ്ടില്ലേ, മഞ്ജു എന്തിയ? നിന്നെ ദൈവത്തിന്റെ ആത്മാവ് പൊക്കി എടുത്തോണ്ട് ഇവിടെ കൊണ്ടിരുത്തിയ. The Holy Spirit has brought you here. ഞാൻ എപ്പോഴും പറയും, അജയനോടും കലയോടും പറയും, അയ്യോ അവർ ചെറുക്കന്റെ വിടുതലിനകത്താ നിങ്ങൾ ഇവിടെ കയറിയത്, ഉമ്മ ഈ കൂക്ക് കളിക്കല്ലേ. I tell Ajayan and Kala, you are here because God നീ brought you ഇതിനകത്ത് here. കയറി വരാൻ Take it ദൈവം ഒരു seriously. മുഖാന്തരം ഉണ്ടാക്കി. നീ മറന്നു പോകരുത്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരോധമായി തിരിഞ്ഞു നിൽക്കരുത്. നീ നന്നാകത്തില്ല. Stand against the work of God. നിങ്ങൾ നോക്കി, ആരോ എങ്ങനെയൊക്കെയോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, എങ്ങനെയൊക്കെയോ കയറി വന്നത്. Somehow you all came into this church. ഇവിടെ വന്നിരുന്ന ചതുവൊന്നും പറയരുത്. പരിശുദ്ധാത്മാവെ, കുറവുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ ഇന്ന് ആ കുറവിനെ നികത്തുവാൻ നീ മതിയായവനാണെന്ന്. അല്ലേ സാരി സിസ്റ്റർ എങ്ങനെ ഇവിടെ കയറി വന്നത്? കയറി വന്നതിന്റെ കാര്യം അല്ല, ഒരു പുറകിലൊരു കഥയില്ലേ? അല്ല, ചുമ്മാവില്ല വന്നു. എനിക്ക് മനസ്സിലാകുന്നത് കർത്താവിന്റെ ആത്മാവ് നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു. God's Spirit loves you. ഈ മധുപാസ്റ്റർ ഇവിടെ കയറി വരുമോ? How did the Madhu pastors come? എന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പാസ്റ്റർമാരും വരത്തില്ല. No pastor will come to here seeing me like this. കർത്താവ് ഇവിടെ കൊണ്ടെന്ന് വിചാരിച്ചോണ്ട് 2 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകാനും തോന്നും. After 2 days you might feel like leaving. നമുക്ക് തോന്നുന്നു നമ്മുടെ ബോധ മനസ്സിനെ ക്രമീകരിക്കുവാൻ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. The Holy Spirit has come inside us to കോൺഷ്യസ് മൈൻഡിൽ ദൈവം പറഞ്ഞത് ഞാൻ ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിരിക്കണം. ബോധ മനസ്സിനകത്ത് ദൈവം എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ അത് ചെയ്യും. What God is required of me, I will do. I should have that understanding in my conscious mind. 70 കിലോമീറ്റർ കണ്ടില്ലേ പത്തനാപുരത്ത് നിന്ന് ഇവിടം വരെ വരാൻ? അല്ലേ മോളെ? അല്ലേ 70 കിലോമീറ്റർ അല്ലേ? എല്ലാം ഞായറാഴ്ച Every Sunday they drive 70 കിലോമീറ്റർ വണ്ടി ഓടിച്ച്. അതോ കിട്ടുന്ന വണ്ടിയല്ലേ കയറി വരുന്നത്? Whichever vehicle they get, they climb on that. പാല് കൊണ്ടുപോകുന്ന വണ്ടിയിലെ, പശുവിനെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഏത് വണ്ടി കിട്ടുന്ന അവിടെയുള്ള പട്ടിയെ കൂടി കൊണ്ടുവരും. കിട്ടുന്നത് കയറി കൈയെത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ 1.5 വർഷം എറണാകുളത്ത് പോയിക്കൊണ്ടിരുന്നു. കാര്യം എനിക്ക് ആരും അറിയത്തൊന്നുമില്ലായിരുന്നു. 1.5 വർഷം 1.5 years I went to 1.5 വർഷം. അപ്പൊ എന്നോട് ഒരു പാസ്റ്റർ വന്നേച്ച് എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം കാണുകയാണ്, നിങ്ങൾക്കിപ്പോൾ ശുശ്രൂഷയൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കണ്ടോണം ദൂരേന്ന് ആൾക്കാർ വരും. കണ്ടോ ചുമ്മാ ഇരിക്കുന്നുണ്ടല്ലേ, ദൂരേന്ന് വരും. ഇവിടെ ഞാൻ 100 കിലോമീറ്റർ എറണാകുളത്ത് പോയതേ ഉള്ളൂ. ഇവൻ എത്ര കിലോമീറ്റർ ദൂരെ? 3000 കിലോമീറ്ററോ 4000 കിലോമീറ്റർ കണ്ടുണ്ട്. ഇവിടുന്ന് വന്നില്ലേ? വരും. പരിശുദ്ധാത്മാവിനെ കേട്ടാ മതി, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. Listen to the Holy Spirit, there will be miracles in 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസം 365 സമയം വർഷത്തിന്റെ ദിവസങ്ങളിലും നീ പരിശുദ്ധാത്മാവിലാണെങ്കിൽ നീ ഉയർച്ച തന്നെ പ്രാപിക്കും.
24/7, 365 days, if you are the Holy Spirit, you will be lifted. പരിശുദ്ധാത്മാവ് ചിലപ്പം ഒരു വ്യക്തിയോട് ക്ഷമിക്കാനായിരിക്കും നമ്മളോട് പറയുന്നത്. Maybe Holy Spirit prompts us to forgive പരിശുദ്ധാത്മാവ് ചിലപ്പോൾ someone. നമ്മളെ ഒരാളെ കൂട്ടിക്കൊണ്ടുവരാനായിരിക്കും നമ്മളോട് പറയുന്നത്. Maybe Holy Spirit prompts us to bring someone കേൾക്കണം, along. നമ്മൾ കേൾക്കണം. You must listen. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവ് പറയും ഇന്ന വ്യക്തിയെ വിളിച്ചോണ്ട് വന്ന് പറയുന്നു, നമ്മൾ ഉടനെ നോക്കിയിട്ട് പറയും ഓ പുള്ളി അതിനൊന്നും പറ്റി, അവിടെ വന്നിട്ട് ഞങ്ങളുടെ പാസ്റ്ററിനെ കാണുമ്പോൾ പുള്ളി അങ്ങ് പോകും. അങ്ങനെ നീ തീരുമാനിക്കും, പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് വരണം. If the Holy Spirit says, bring that person. ദൈവം പറഞ്ഞ കാര്യം അനുസരിച്ചാൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. If you obey the Father, His name will be glorified. Amen, hallelujah. Then you will come to the throne of grace with boldness. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Let me conclude. See, hallelujah. കർത്താവിന്റെ ആത്മാവ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ Obey the Holy Spirit. നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാകും ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലാൻ. കണ്ടില്ലേ കുറ്റപ്പെടുയോ? If you obey the Holy Spirit, രാവിലെയോ രാത്രിയിലൊക്കെ ധൈര്യത്തോടെ നമ്മൾ പിന്നെ ചടങ്ങാ ഇത് പ്രാർത്ഥിക്കാതെ കിടന്ന രാത്രിയിൽ ആന ചവിട്ടി കൊല്ലാൻ വന്ന എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കുന്നു. if you obey the Holy Spirit, you will have അത് the കൊച്ചിലെ തൊട്ട് confidence നമ്മൾ to കേട്ടാ come to പ്രാർത്ഥിക്കാതെ കിടന്നോടാ മാടനടിക്കും നിന്നെ. നമ്മൾ ഒരു കുരിശോര വെച്ച് കിടക്കും. അതല്ല പരിശുദ്ധാത്മാവ് പ്രേരിതമായ പ്രാർത്ഥനകൾ. Holy Spirit prompted prayers. അപ്പോഴെന്താ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you are അവന്റെ ആ കൃപാസനത്തിലേക്ക് you are entering into his throne of grace with boldness. ഭയങ്കര ധൈര്യത്തോടെ കയറി ചെല്ലുന്നത്. കാര്യം എനിക്ക് മനസ്സിലായി എന്റെ അകത്ത് വെച്ചിരിക്കുന്ന അത്യന്ത ശക്തി ഇത്രയും വലുതായതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ കയറാൻ പറ്റും. Because when I understand the exceeding greatness of His power within me, I can go boldly to the throne of grace. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of you desire? എബ്രായർ 4:16 വാക്യം എഴുതിയിരിക്കുന്നത്. Hebrews 4:16. എങ്ങനെ നമ്മൾ പ്രവേശിക്കേണ്ടത്? വിത്ത് ബോൾഡ്നെസ്. പേടിച്ചോ കരഞ്ഞോ ബഹളം ഉണ്ടാക്കിയൊന്നല്ല. എങ്ങനെ പോകേണ്ടത്? ധൈര്യത്തോടെ. With confidence come to the throne of grace. അതുകൊണ്ട് കരുണ ലഭിപ്പാനും കരുണ ലഭിക്കുന്ന എങ്ങനെ? ഈ ധൈര്യത്തോടെ പ്രവേശിച്ചാൽ വിത്ത് ബോൾഡ്നെസ് ഇഫ് യു എൻ്റർ ദ ത്രോൺ ഓഫ് ഗ്രേസ്, അപ്പൊ എന്ത് സംഭവിക്കും? കരുണ ലഭിക്കും. അതാത് സമയം നിനക്ക് ആവശ്യമായിട്ടുള്ള കൃപ ഒഴുകാൻ തുടങ്ങും. Say, I want to remind you again, Paracletos is available 24/7, 365 days. He is available for you. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി 24 മണിക്കൂറും 7 ദിവസം ആഴ്ചയിൽ വർഷത്തിന്റെ 365 ദിവസവും എപ്പോഴും നിന്റെ താഴ്ചയിലും ഉയർച്ചയിലുള്ള പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരിക്കും. 24/7, 365 days in your highs and lows, Holy Spirit is available. പഴയ നിയമത്തിൽ പറഞ്ഞില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല കൈവിടത്തില്ലെന്ന് പറഞ്ഞവനാണ് കൂടെ ഇരിക്കുന്നത്. The one who said, I will never leave you nor forsake you. എവിടെ ഇരിക്കുന്നത്? He is in me, dwelling inside. എന്റെ അകത്തവൻ വസിക്കാണ്, എന്നെ ഒരു നാളും വിടത്തില്ല. He is dwelling in us, He will never leave me. അവൻ ഇപ്പൊ വേറൊരാളെ ഞാൻ ട്രാൻസ്ലേഷന് കയറ്റി നിർത്തി അവർക്ക് ഭയങ്കര പാടായിരിക്കും. പക്ഷെ ഷീ ക്യാൻ ഡു എന്ത് ഭംഗിയായിട്ട് ട്രാൻസ്ലേഷൻ. കാര്യം എന്നോടുള്ള ബന്ധം ഞാൻ പറയുന്നതിനേക്കാളും ഭംഗിയായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം റിലേഷനാണ്. It's because of the relationship that we have. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റും. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ശബ്ദത്തെ നമുക്ക് കേൾപ്പിക്കും. And the Holy Spirit God will make us hear the words of the Holy തെറ്റായ വഴി Spirit. നമ്മൾ പോകത്തില്ല. We won't go in the wrong way. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ ആത്മാവ് കർത്താവിന്റെ ഈ വചനത്തെ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Let this live word be enlightened in our hearts this morning. Hallelujah.